പിന്നെന്താ, ഇന്ന് 25/10/2025 നടന്ന ഒരു പ്രിലിംസ് പരീക്ഷയാണ്, 10th പ്രിലിംസ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 135/2025 M. അപ്പം താഴെ പറയുന്നതിൽ മത്സ്യയിനത്തിൽ പെടാത്ത എന്തെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ എന്താ? ചെമ്മീനാണ്. ഇവിടെ ഓപ്ഷനിൽ പേരിൽ മീൻ എന്നുണ്ടെങ്കിൽ ചെമ്മീൻ എന്താണ്? മീൻ വർഗ്ഗത്തിൽ പെടുന്നതല്ല. അപ്പം ചെമ്മീൻ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, അതൊരു മീൻ പോലെ ഇരിക്കുന്ന ജീവിയല്ല. അതായത് ഞണ്ട്, ചെമ്മീൻ, അതായത് ലോബ്സ്റ്റർ എന്നറിയപ്പെടുന്ന എന്താ, കൊഞ്ച്, ഇതെല്ലാം ആർത്രോപോഡ് എന്ന് പറയുന്ന കിങ്ഡം അനിമേലിയയിലെ ആർത്രോപോഡ് എന്ന് പറഞ്ഞ ഫൈലത്തിൽ ബിലോങ് ചെയ്തിരിക്കുന്ന സാധനമാണ്. അവർക്ക് കറക്റ്റായിട്ട് നട്ടലിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ല. എന്നാൽ സാധാരണ മീനുകൾ എന്താണ്, കിങ്ഡം കോർഡാറ്റയിലാണ്, അതായത് കിങ്ഡം അനിമേലിയയിൽ ഫൈലം കോർഡാറ്റയിലാണ് ഉള്ളത്. ഈ ആർത്രോപോഡിൻ്റെ പ്രത്യേകത എന്താ, അവർക്ക് ബലമുള്ള ഒരു പുറം തൊണ്ട് കാണും. ചെമ്മീനൊക്കെ എന്താണ്, വളരെ ബലമുള്ള ഒരു പുറം തൊണ്ടുണ്ട്. അതുപോലെ കാലുകൾ പോലത്തെ സ്ട്രക്ചറുകളാണ് ഉള്ളത്. മീൻ എന്താണ്, ചിറക് പോലത്തെ സ്ട്രക്ചറുള്ള, അപ്പം ചെമ്മീൻ പോലത്തെ സംഭവങ്ങൾക്ക് കാലുകൾ പോലത്തെ സ്ട്രക്ചറുള്ളത്. അതുപോലെ ചെമ്മീൻ പോലത്തെ ജീവികൾക്ക് എന്താണ് 3 ചേമ്പറുള്ള ഹാർട്ടാണുള്ളത്. പക്ഷേ മീനുകൾക്ക് എന്താണ് 2 ചേമ്പറുള്ള ഹാർട്ടാണുള്ളത്. PSC ചോദിക്കാറുണ്ട് മീനുകൾക്ക് ഹാർട്ടിൻ്റെ അറകൾ എത്രയാണെന്ന് ചോദിക്കാറുണ്ട് സാധാരണ. ആൻസർ ചെമ്മീനാണ് ആൻസർ വരുന്നത്. പിന്നെ ഈ ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം എന്ന് ചോദിച്ചാൽ ചൈനയാണ്. ഇത് ക്വസ്റ്റ്യൻ നല്ലപോലെ ശ്രദ്ധിക്കണം. ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമാണ് ചൈന. എന്നാൽ 6G ആദ്യമായിട്ട് പരീക്ഷിച്ച രാജ്യം ഏതാണ്? അത് ജപ്പാനാണ്. ഇനി ഇവിടെ ഓപ്ഷനിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് ലോകത്ത് ആദ്യമായിട്ട് 5G ഇംപ്ലിമെൻ്റ് ചെയ്ത രാജ്യം. അതേതാണ്? അത് കൊറിയയാണ്. ആയിട്ട് പറഞ്ഞാൽ ദക്ഷിണ കൊറിയ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ആകാശത്തിന് നീല നിറത്തിന് കാരണമാകുന്ന പ്രതിഭാസത്തിൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ഇതെന്താണ്? വിസരണമാണ് കറക്റ്റ് ആൻസർ. വിസരണത്തിൻ്റെ ഇംഗ്ലീഷ് എന്താ? സ്കാറ്ററിംഗ് എന്നാണ് അതിനർത്ഥം. പ്രതിഫലനം അറിയാമല്ലോ, അതെന്താണ്? റിഫ്ലക്ഷൻ. ഈ അപവർത്തനം എന്താണ്? അത് റിഫ്രാക്ഷനാണ്. അതേസമയം പ്രകീർണനത്തിന് പറയുന്ന പേരെന്താണ്? അത് ഡിസ്പെർഷനാണ്. ഈ മഴവില്ലൊക്കെ ഉണ്ടാവാൻ കാരണം എന്താണ്? ഈ ഡിസ്പെർഷൻ കാരണം. വെള്ളത്തുള്ളികളിൽ വന്ന് സൂര്യരശ്മി അടിച്ചു കഴിയുമ്പം അത് പല വർണ്ണങ്ങളായിട്ട് വേർതിരിഞ്ഞ് പോകുന്നതാണ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ചോദ്യം എന്താ? 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അർജൻറ്റീന 3ാമതും കപ്പടിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്. 1978 അവർ ആദ്യമായിട്ട് കപ്പടിക്കുന്നത്. അതിനുശേഷം 1986 കപ്പടിക്കുന്നു. പിന്നെന്താണ് 2022 കപ്പടിക്കുന്നു. 1986 ആരുടെ നേതൃത്വത്തിലാണ് കപ്പടിച്ചത്? ഡിയാഗോ മറഡോണയുടെ നേതൃത്വത്തിലാണ് അന്ന് അർജൻറ്റീനൻ ടീം കപ്പടിച്ചത്. പിന്നെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റായി മെസ്സി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ബ്രസീൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി എന്നുള്ള വളരെയധികം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. 4ാം സ്റ്റേറ്റ്മെൻറ്റ് കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി എന്നുള്ളത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. കിലിയൻ എംബാപ്പെ ഫ്രാൻസിൻ്റെ സ്ട്രൈക്കറായിരുന്നു. അപ്പം 1, 2, 4 കറക്റ്റ്. 1, 2, 4 ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി ഏതാണെന്ന് ചോദിച്ചാൽ അനേർട്ടാണ്. അനേർട്ടിൻ്റെ ഫുൾ ഫോം തന്നെ ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജിയാണ് അനേർട്ടിൻ്റെ ഫുൾ ഫോം. ഇത് 1986 ഫോം ചെയ്ത ഒരു ഏജൻസിയാണ്. അതായത് ഒരു സ്വയം ഭരണ സ്ഥാപനമാണ്. അതായത് ഓട്ടോണമസ് ബോഡിയാണ്. ഭാവിയിൽ ഒരുപക്ഷെ ഉള്ള ഡിഗ്രി പ്രിലിംസിൽ ചിലപ്പം ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നേക്കാം. എന്താണ്? അനേർട്ട് ഒരു സ്വയം ഭരണ സ്ഥാപനമാണ് അല്ലെങ്കിൽ ഓട്ടോണമസ് ബോഡിയാണ് എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നേക്കാം. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഏത് മരത്തിൻ്റെ തടിയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം ഓപ്ഷൻ എ വില്ലോ മരമാണ്. 7ാമത്തെ ചോദ്യം കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര സേനാനി ഏതാ? കെ കേളപ്പൻ. നമ്മൾ PSC പഠിക്കുന്ന കാലം മുതലേ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എന്ത്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി കെ കേളപ്പനാണ്. കേളപ്പൻ പങ്കെടുത്ത പ്രധാനപ്പെട്ട സമരങ്ങൾ ഏതാ? 1 ഗുരുവായൂർ സത്യാഗ്രഹം 1934,
1931. മറ്റേത് പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹം 1930. അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? പ്രസിഡന്റ് അല്ലായിരുന്നു കെ കേളപ്പൻ, സെക്രട്ടറി ആയിരുന്നു കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രസിഡന്റ് ആരായിരുന്നു? പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. അതുപോലെ ഐക്യ കേരളത്തിനൊക്കെ വളരെയധികം മുൻകൈയെടുത്ത ഒരാളാരാണ്? കെ കേളപ്പനാണ്. ഇനി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആരാണ്? അതിർത്തി ഗാന്ധി അറിയപ്പെടുന്ന, ഫ്രോണ്ടിയർ ഗാന്ധി എന്ന് അറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. സഹോദരൻ അയ്യപ്പനെ കുറിച്ച് പറയുകയാണ്, കേരളത്തിൽ ആദ്യമായിട്ട് മിശ്ര ഭോജനം നടപ്പിലാക്കിയത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അതുപോലെ വിദ്യാഭൂഷണി സഭ എന്ന് പറഞ്ഞൊരു സഭ സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ചു. അതുപോലെ യുക്തിവാദി എന്നൊരു മാസിക ഇദ്ദേഹമാണ് സ്ഥാപിച്ചത്. 8ാമത്തെ ക്വസ്റ്റ്യൻ, ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്നുള്ള എന്താണ്? കേരളമാണ്. ഇതുപോലെ തന്നെ എന്താണ് കുറേ കേരളത്തിന് ഒന്നാമതെത്തിയല്ല ആദ്യം ആരംഭിച്ച ക്രെഡിറ്റുകളുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടൂറിസം ആദ്യമായിട്ട് വാണിജ്യവൽക്കരിച്ച് തുടങ്ങിയ സംസ്ഥാനം എന്താണ്? അത് കേരളമാണ്. അതുപോലെ പൂർണ്ണമായും വൈദ്യുതീകരണം നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്താ? കേരളമാണ്. അതുപോലെ കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. ഈ ഇടയ്ക്ക് അതുപോലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. അത് ഈ ഇടയ്ക്കത്തെ കറണ്ട് അഫയേഴ്സാണ്. അതായത് 2025 ഓഗസ്റ്റിലെ കറണ്ട് അഫയേഴ്സാണ് ഇത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ അത് ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എഴുതി നോക്കാം. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. അതേസമയം ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917. ചൗരി ചൗര സംഭവം നടന്നത് 1922. നിസ്സഹകരണ സമരം നടന്നത് 1920. കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ വരേണ്ടത് എന്താണ്? ആദ്യം നടന്ന് ചമ്പാരൻ സത്യാഗ്രഹം. അപ്പം ആദ്യം അത് വരണം. 2,4, അതിനുശേഷം 3, അതിനുശേഷം ക്വിറ്റ് ഇന്ത്യ അവസാനം ലാസ്റ്റ്. ഇതാണ് കറക്റ്റായിട്ട് ആൻസർ വരേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ക്വസ്റ്റ്യൻ ക്യാൻസലായി പോകും. ഇപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ജലത്തിലൂടെ പകരുന്ന വൈറസ് രോഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോളറ എന്ന് പറയുന്നത് ജലത്തിലൂടെ പകരുന്ന ഒരു രോഗം തന്നെയാണ്. പക്ഷേ അത് ബാക്ടീരിയ രോഗമാണ്. അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിൽ കൂടെ പകരുന്ന ഒരു ബാക്ടീരിയ രോഗമാണ് കോളറ. അതിൻ്റെ ബാക്ടീരിയയുടെ പേരെന്താ? വിബ്രിയോ കോളറ എന്നാണ് അതുണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേര്. ടൈഫോയിഡും സെയിം സംഭവം തന്നെയാണ്. എന്താണ്? ചീത്ത അതല്ലെങ്കിൽ മലിനമായ ജലത്തിൽ കൂടെ പകരുന്ന ഒരു ബാക്ടീരിയ രോഗമാണ് ടൈഫോയിഡ്. അതുണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേരെന്താ? സാൽമോണല്ല ടൈഫി എന്നാണ് ആ ബാക്ടീരിയയുടെ പേര്. എലിപ്പനി എന്താണ്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളത്തിൽ കൂടെ പകരുന്നതാണ്. ഇത് ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേരെന്താ? ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ്. അപ്പം മഞ്ഞപ്പിത്തമാണ് വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗം. ജലത്തിലൂടെ പകരുന്ന വൈറസ് രോഗം മഞ്ഞപ്പിത്തമാണ്. ഇത് വൈറസിൻ്റെ പേരെന്താ? ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഇ എന്നൊക്കെയാണ് ഈ വൈറസുകളുടെ പേര്. 11ാമത്തെ ചോദ്യം എന്താ? ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈസി ആയിട്ട് പറയാൻ പറ്റും. എന്താ? ഗോവയാണ്. 12ാമത്തെ ചോദ്യം എന്താ? പാരാലച്ച ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശാണ് കറക്റ്റ് ആൻസർ. ഹിമാചൽ പ്രദേശിലെ വേറൊരു പ്രസിദ്ധമായ ചുരമാണ് റോത്താങ് പാസ്. അത് ഏതൊക്കെ സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശിലെ തന്നെ നോർത്തേൺ പാർട്ടായ കുളു ടു സ്പിതി വാലിയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. കുളു ടു സ്പിതി വാലിയാണ് റോത്താങ് പാസ് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് വളരെ പ്രസിദ്ധമായൊരു ചുരമാണ് ഷിപ്കില പാസ്. അതും ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് പക്ഷേ 2 രാജ്യങ്ങളെയാണ് കണക്ട് ചെയ്യുന്നത്. 2 രാജ്യങ്ങൾ, ഒന്ന് ഹിമാചൽ പ്രദേശ്, ഇന്ത്യയിൽ നിന്ന് ഹിമാചൽ പ്രദേശ്, ചൈനയിൽ നിന്ന് ടിബറ്റ് റീജിയൻ. അപ്പോൾ ഹിമാചൽ പ്രദേശിൽ നിന്ന് ഇത് 3 പഠിച്ചാൽ മതിയായിരിക്കും. ഒന്ന് പാരാലച്ച, റോത്താങ്, അതുപോലെ ഷിപ്കില. കൂടുതൽ പഠിക്കാനുള്ളതാണ് ജമ്മു കാശ്മീരിലെ ചുരങ്ങളാണ് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. 1ാമത്തെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് ബനിഹാൽ പാസ്സാണ്. ജമ്മുവിനെയും കാശ്മീരിനെയും തമ്മിൽ
ബന്ധിപ്പിക്കുന്ന ചുരമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണെന്ന് പറയാൻ കാരണം എന്താ? കാരണം തണുപ്പ് കാലം വരുമ്പം ശ്രീനഗറിൽ നിന്നുള്ള ക്യാപിറ്റലെടുത്ത് ജമ്മുവിലേക്ക് അവർ കൊണ്ടുവരും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരുന്നു ആവശ്യ വസ്തുക്കളൊക്കെ കൊണ്ടുപോകുന്നു ഈ ബനിഹാൽ പാസ് വഴിയാണ്. ഈ ശ്രീനഗറിനെ കാർഗിലിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് ഇത് സോജില പാസ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാസ്സാണ്. ഇത് കൂടാതെ ഓർത്തിരിക്കേണ്ട എന്താവും, ചങ്ല എന്ന് പറഞ്ഞൊരു പാസ്സാണ്. ചങ്ല ഇത് എന്താണ്, ചൈനേനെ ലഡാക്കിനെ, ചൈന എന്ന് പറയുന്നത് ടിബറ്റിനെ ലഡാക്കിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. ആദ്യം CH എന്നുള്ള ചൈന എന്ന് ഓർത്തിരിക്കുക, അവസാനത്തെ L എന്ന ലഡാക്ക് എന്ന് ഓർത്തിരിക്കുക. അങ്ങനെ ഓർത്ത് വെച്ചാൽ പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ സിക്കിമിലെ പ്രധാനപ്പെട്ട ഒരു ചുരമാണ് എന്ത്, നാഥുല ചുരം. അത് സിക്കിമിനെ എന്താണ് ടിബറ്റിനെയാണ് ബന്ധിപ്പിക്കുന്നത്. ഇനി അരുണാചൽ പ്രദേശ് മാത്രമേ ഉള്ളൂ. അരുണാചൽ പ്രദേശിന് ചൈനയെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് എന്ത്, ബോംഡുല എന്ന് പറയുന്ന ചുരം. അപ്പോൾ അത് ഓർത്തിരിക്കുക. ജമ്മു കാശ്മീരിൽ ഇത് മാത്രമല്ല വേറെയും ചുരങ്ങളുണ്ട്. അപ്പം ഫേസ് 2 പോകുമ്പോൾ അതും കൂടെ പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. ഇനി ചോദിച്ചേക്കുന്നത് ജയന്ത്യ കുന്നുകൾ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് സംസ്ഥാനത്ത്? മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ എന്താണ് 3 കുന്നുകൾ ഒന്നിച്ച് ചേർത്ത് പഠിക്കാറ്. ഏതാണ്? ഖാസി, ഖാരോ, പിന്നെ ജയന്തിയാണ് ഈ 3 കുന്നുകൾ. അപ്പോൾ അവിടെ വസിക്കുന്ന ഗോത്രവർഗ്ഗങ്ങളെ ഇതേ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. എന്ത്, ഖാസി, ഖാരോ, ജയന്തിയ എന്ന് പറഞ്ഞാൽ അതേ പേരിൽ തന്നെ അറിയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷമാണ് നടന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1931. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് പോയതാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ആരായിരുന്നു? പ്രസിഡൻ്റായിട്ട് മന്നത്ത് പത്മനാഭനും, സെക്രട്ടറി ആയിട്ട് KK കേളപ്പനും, അതുപോലെ വോളണ്ടിയർ ക്യാപ്റ്റനായിട്ട് നമ്മുടെ AKG ആയിരുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നാണ് ചോദിച്ചേക്കുന്നത്. ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. ഇദ്ദേഹം തന്നെയാണ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ബർത്ത്ഡേ ആണ് എന്ത്, ഒക്ടോബർ 31. അന്നാണ് നാഷണൽ ഏകതാ ദിവസ് ആചരിക്കുന്നത്. ഇത്തവണ നാഷണൽ ഏകതാ ദിവസത്തിൽ പട്ടേൽ പ്രതിമയുടെ അവിടെ മാർച്ച് പാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണത്തെ മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. ഇനി ഓപ്ഷൻ എ അബ്ദുൽ കലാം ആസാദ് ആരായിരുന്നു? ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പിറന്നാളായിരുന്ന November 11 എന്ത്, നാഷണൽ എഡ്യൂക്കേഷൻ ഡേ. ഇനി ബൽദേവ് സിംഗ് ആരായിരുന്നു? ഇത് ആദ്യത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു. എന്നാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പം 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേരെന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഗാന്ധിജി ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണം, ആകെ ഒരു പ്രസിദ്ധീകരണ ഓപ്ഷൻ ഉള്ളൂ, അത് യങ് ഇന്ത്യയാണ്. പക്ഷേ ഈ വർഷത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്. 1931 ആണോ എന്ന് ഒരു സംശയമുണ്ട്. ഇവിടെ അൽ ഹിലാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ് ആരംഭിച്ചത്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു അയാൾ ആരംഭിച്ച മാസികയാണ് അൽ ഹിലാൽ. പിന്നെ ബംഗാൾ ഗസറ്റ് പത്രമായിരുന്നു, അത് തുടങ്ങിയത് ജെയിംസ് സിക്കിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പത്രമായിരുന്നു. 1780 അത് ആരംഭിച്ചത്. അപ്പം ദി ഒപ്പീനിയൻ എന്ന മാസികയല്ല ഗാന്ധിജി ആരംഭിച്ചത്. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്ന മാസികയാണ് ഗാന്ധിജി ആരംഭിച്ചത്. അപ്പം നിയമത്തിന് മുകളിൽ എല്ലാവരും തുല്യരാണ് എന്ന് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് പറയുന്നത് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 14. ഇനി ഇവിടെ ആർട്ടിക്കിൾ 19 എന്താ പറയുന്നത്? നമുക്ക് അനുവദിച്ച് തന്നേക്കുന്ന 6 ഫ്രീഡത്തെക്കുറിച്ച് പറയുന്നതാണ് എന്ത്, ആർട്ടിക്കിൾ 19. അതേതൊക്കെ 6 ഫ്രീഡം? ഒന്ന് അഭിപ്രായ സ്വാതന്ത്ര്യം. രണ്ടാമത്തെ എന്താ, സമാധാനപരമായി നിരായുധരായി ഒത്തുകൂടാനുള്ള അവകാശം. 3 സംഘടനകളും പ്രസ്ഥാനങ്ങളും ആരംഭിക്കാനുള്ള അവകാശം. പാർട്ടിയോ ട്രേഡ് യൂണിയനോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആരംഭിക്കാനുള്ള അവകാശം. 4 ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള അവകാശം. എവിടെ വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ ഇതിന് സബ്ക്ലോസ് ഉണ്ട് കേട്ടോ. അതായത് നിരോധിത മേഖലയൊന്നും ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റത്തില്ല.
5 ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സ്ഥിരം താമസമാക്കാനുള്ള അവകാശം. അതുപോലെ 6 ഇഷ്ടമുള്ള ഏത് തൊഴിൽ വേണമെങ്കിലും സ്വീകരിക്കാനുള്ള അവകാശം. ഇത് 6 എന്ന് വെച്ചാൽ ഇത് അൺലിമിറ്റഡ് പവറുള്ള അവകാശങ്ങളല്ല. രാജ്യത്തിൻ്റെ സുരക്ഷയും പൊതു ക്രമസമാധാനവും ഒക്കെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ 6 അവകാശങ്ങളിലും മാറ്റം വരുത്താൻ അധികാരമുണ്ട്. ഇനി ആർട്ടിക്കിൾ 5 എന്താ പറയുന്നത്? ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 3 പുതിയതായിട്ടൊരു ടെറിട്ടറി ആഡ് ചെയ്യാൻ നേരത്ത് പാലിക്കേണ്ട ക്രൈറ്റീരിയയും അതുപോലെ ഇപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ പേര് മാറ്റലും അതിർത്തി വ്യത്യാസം വരുത്തുന്നതിനെ പറ്റിയൊക്കെ പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 3. ഇവിടെ ചോദ്യം എന്താ? ഏത് വർഷമാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ കിരീടധാരിയായതെന്ന് ചോദിച്ചത് എന്താ? 1804 നെപ്പോളിയൻ ബോണപ്പാർട്ട് സ്വയം ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത്. അയാൾ 1799 പട്ടാള അട്ടിമറിയിലൂടെ അധികാരത്തിൽ വന്നതാണ്. പക്ഷേ എന്താണ്, അയാൾ ഫസ്റ്റ് കോൺസുലേറ്റ് എന്നൊരു പദവിയിലിരുന്ന് രാജ്യം ഭരിക്കുമായിരുന്നു. അതിനുശേഷം 1804 അയാൾ സ്വയം ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, കാർഡമം ഹിൽസ് അഥവാ കാർഡമം കുന്ന് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ കേരളമാണ്. കാർഡമം കുന്നുകൾ എവിടെ കാണാൻ പറ്റുന്നത്? കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ മൂന്നാറിനടുത്താണ് കാർഡമം ഹിൽസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നാഥുല ചുരം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് സിക്കിം. അപ്പോൾ ഇവിടെ എന്താ 21ാമത്തെ ക്വസ്റ്റ്യൻ, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണോ എന്ന് പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അപ്പം വാദിക്കാനും ജയിക്കാനും അല്ല, ആ സ്റ്റേറ്റ്മെൻറ്റ് അറിയില്ല. പക്ഷേ ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരു എന്നറിയാം. അപ്പം ആൻസർ എന്താണ്? ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ വേറൊരു പ്രധാന സ്റ്റേറ്റ്മെൻ്റ് എന്താ? അതായത് അരുവിപ്പുറം ക്ഷേത്രത്തിൽ സ്ഥാപിച്ച ശിലയിൽ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും ഒരുമയോടെ വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ഇത് എന്ന് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിക്കും. അതെന്താണ്? അരുവിപ്പുറം ക്ഷേത്രത്തിലാണ്. അതുപോലെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുമെന്ന് ഉപദേശിച്ചാരാ? ശ്രീനാരായണ ഗുരു. അരുവിപ്പുറം ശിവപ്രശ്നം നടന്ന വർഷം 1988. അപ്പോൾ 22ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ച ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1924 സവർണ ജാഥയെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അത് നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. ഈ ഓപ്ഷനിൽ കാണുന്ന ഒരാളാണ് എന്ത്? വൈക്കം സത്യാഗ്രഹത്തിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തത്. ഒരു ക്ലൂവും കൂടെ തരാൻ, അതായത് അയാളാണ് 1923 തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള റെസൊല്യൂഷൻ, അതായത് പ്രമേയം ആദ്യമായിട്ട് കോൺഗ്രസ് സമ്മേളനത്തിൽ അവതരിപ്പിച്ച 1923 കോൺഗ്രസ് സെഷൻ. 1923 കോൺഗ്രസ് സെഷൻ കാക്കിനടയെ വെച്ച് നടന്നതാണ്. മൗലാന മുഹമ്മദ് അലി ആയിരുന്നു അന്നത്തെ അധ്യക്ഷൻ. അതിനെ തുടർന്നാണ് വൈക്കം സത്യാഗ്രഹം കേരളത്തിൽ നടന്നത്. അതാരാണെന്നറിയാമോ? അത് ടി.കെ. മാധവനാണ്. ഓപ്ഷൻ എ കിടക്കുന്നത് ടി.കെ. മാധവനാണ്. അന്ന് ഇതിൻ്റെയൊക്കെ പുറകിൽ നിന്നതും പിന്നീട് വൈക്കം സത്യാഗ്രഹം പോലൊരു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തു. ഇനി ഓപ്ഷൻ കിടക്കുന്ന ബാക്കി 2 പേര് എ.കെ. ഗോപാലനും കെ.കേളപ്പനും എന്താ? ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കുവഹിച്ച ആൾക്കാരാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്താക്കിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാ? ഓപ്ഷൻ എ കേബിൾ ലഞ്ചാവു ആണ്. അപ്പം മണിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന കേബിൾ ലഞ്ചാവു എന്ന് പറയുന്ന ദേശീയോദ്യാനം ഒഴുകുന്ന ദേശീയോദ്യാനം എന്ന് പറയാൻ കാരണം എന്താ? ആ ഭാഗം ഫുള്ള് ചതുപ്പുകളാണ്. അത് ലെയറായിട്ട് ചതുപ്പുകളാണ്. അപ്പോൾ അതിങ്ങനെ തെന്നി മാറിക്കൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അഥവാ ഭൂമിയുടെ പാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എന്ത്? കേബിൾ ലഞ്ചാവു ചലിക്കുന്ന ദേശീയോദ്യാനം എന്ന് പറയുന്നത്. ഇനി ദിബ്രു സൈക്കോവ ഏത് സംസ്ഥാനം ചെയ്യുന്നത്? അത് ആസാമിലെ ഒരു
നാഷണൽ പാർക്കാണ്. ഹെമിസ് എവിടുത്തെയാണ്? പണ്ട് ജമ്മു കാശ്മീരായിരുന്നു, ഇപ്പം എവിടെയാണ്? ഇത് ലഡാക്ക് യൂണിയൻ ടെറിട്ടറിയിലാണ് ഇപ്പം ഹെമിസ് ഉള്ളത്. ഡച്ചിഗാം എവിടെയായിരുന്നു? ജമ്മു കാശ്മീരിലായിരുന്നു, ഇപ്പം ജമ്മു കാശ്മീർ UTയിലാണ് ഇപ്പം ഇത് ഇപ്പോൾ ഉള്ളത്. 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി അറിയപ്പെടുന്ന പേരെന്താണ്? ദ്രാവിഡ ശൈലിയാണ്. ഓപ്ഷനിൽ നോക്കുവാണെങ്കിൽ പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഗോത്തിക് ശൈലി അല്ല. ഗോത്തിക് ശൈലി എന്താണ്? റോമൻ, ഗ്രീക്ക് ആ ശൈലിയാണ് ഗോത്തിക് ശൈലി. ഇന്ത്യയിൽ ഗോത്തിക് ശൈലി കൊണ്ടുവന്ന യൂറോപ്യന്മാരാണ്, അത് പോർച്ചുഗീസുകാരാണ്. ഇത്തരത്തിലുള്ള ഗോത്തിക് ശൈലികളിലുള്ള പള്ളികളൊക്കെ നമുക്ക് എവിടെയാണ്? ഗോവയിലൊക്കെ പോയാൽ കാണാൻ പറ്റും. അതുപോലെ എന്താ ബൈസൻറ്റൈൻ എന്നാണ്? വെസ്റ്റേഷ്യനാണ്. വെസ്റ്റേഷ്യൻ എക്സ്പെഷ്യലി ടർക്കിഷ് ആ സ്ഥലത്തൊക്കെ ഉള്ള ആർക്കിടെക്ചർ ശൈലിയാണ് എന്ത്? ബൈസൻറ്റൈൻ. അതുപോലെ കരോലിഞ്ചിൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് സെൻട്രൽ യൂറോപ്പിൽ കാണപ്പെടുന്ന ഒരു ആർക്കിടെക്ചർ ശൈലിയാണ്. ഈ വാസ്തുവിദ്യയിൽ ഒത്തിരി പള്ളികൾ, ചാപ്പലൊക്കെ പണിതിട്ടുണ്ട്. കരോലിഞ്ചിയൻ ചാപ്പൽ എന്നൊക്കെ പറഞ്ഞ ചാപ്പൽ തന്നെയുണ്ട് ഫ്രാൻസിലൊക്കെ. ആൻസർ വരുന്നത് എന്താണ്? ദ്രാവിഡ ശൈലിയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ A1 മാത്രമാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞേക്കുന്നത് കൺവേർജൻ്റ് ആയിട്ട് പ്ലേറ്റ്സുകൾ മൂവ് ചെയ്യുമ്പം അത് കൂട്ടിയിടിച്ച് മലകൾ പോലെ ഫോൾഡ് മൗണ്ട് ഉണ്ടാവും. അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഈ രണ്ട് പ്ലേറ്റ്സ് ഡൈവേർജൻ്റ് ആയിട്ട് മൂവ് ചെയ്യുക, ഇങ്ങോട്ടും മൂവ് ചെയ്യുക. അപ്പോൾ ഡൈവേർജൻ്റ് ആയിട്ട് നീങ്ങുമ്പം ശിലാപാളികൾക്ക് സമ്മർദ്ദം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് പറഞ്ഞത്. ഇത് തെറ്റാണ്. അപ്പം ഇങ്ങനെ പോകുമ്പം നടുക്കൊരു കുഴി പോലത്തെ സംഭവമാണ് ഉണ്ടാകുന്നത്. ഇതാണ് എന്ത്? റിഫ്റ്റ് വാലി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള റിഫ്റ്റ് വാലി ഏതാണ്? ഒന്ന് ആഫ്രിക്കൻ റിഫ്റ്റ് വാലി, എന്താ മിഡ് അറ്റ്ലാന്റിക് റിഫ്റ്റ് എന്ന് പറയും. അതായത് അറ്റ്ലാന്റിക് സമുദ്രത്തിനിടയ്ക്ക് കാണുന്ന ഒരു നീളമുള്ള റിഫ്റ്റ് വാലി ഉണ്ട്. അത് കടലിനടിയിലായതുകൊണ്ട് കാണത്തില്ല. പോയി അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ മാപ്പും കടലിൻ്റെ അടിയിലെ ദൃശ്യങ്ങളൊക്കെ. ഈ മൂന്നാമത്തെ കേസ് എന്താ പറഞ്ഞേക്കുന്നത്? രണ്ട് പാളികൾ തമ്മിൽ തെന്നി മാറുന്ന കാര്യമാണ്. ഒന്നങ്ങോട്ട് തെന്നി മാറും, ഒന്നിങ്ങോട്ട് തെന്നി മാറും. ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ? ഭൂകമ്പമൊക്കെയാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ അടിയിലാണ് ഭൂകമ്പം ഉണ്ടാകുന്നതെങ്കിൽ സുനാമി ഉണ്ടാകും. അപ്പം ഇതും തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം തൊഴിൽ പങ്കാളത്തിലും വരുമാനത്തിലുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുന്ന 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത വനിതയായിരുന്നു ചോദിച്ചിരിക്കുന്നത്. ആൻസർ ക്ലോഡിയ ഗോൾഡിനാണ്. അപ്പം ഈ പുള്ളിക്കാരത്തി USA-കാരിയാണ്. എന്തിനാ നോബൽ സമ്മാനം നേടിയെന്ന് ഇവിടെ എഴുതിയിട്ടില്ലല്ലോ. എന്താണ്? തൊഴിൽ പങ്കാളത്തിലും വരുമാനത്തിലും ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് പഠിച്ചതിനാണ് നോബൽ സമ്മാനം നേടിയത്. അപ്പം ഈ കണക്കുകളൊക്കെ 200 വർഷത്തെ കണക്കെല്ലാം എടുത്താണ് ഈ പുള്ളിക്കാരത്തി റിസർച്ചെല്ലാം നടത്തിയത്. പിന്നെ മദർ തെരേസ ആൻസറായിട്ട് വരില്ല എന്ന് എന്തായിട്ടും അറിയാമല്ലോ. മദർ തെരേസയ്ക്ക് നൊബേൽ സമ്മാനം കിട്ടിയത് 1979 അതിനും എന്താണ്? എക്കണോമിക്സിനൊന്നുമല്ല കിട്ടിയത്, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനമാണ് ലഭിച്ചത്. അതുപോലെ മദർ തെരേസ ഏത് രാജ്യക്കാരിയാണ്? അയാൾ അൽബേനിയക്കാരിയാണ് മദർ തെരേസ. ഓപ്ഷനെ ഈ വങ്കാരി മാത എന്ന് പറഞ്ഞ ആളാരാ? ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരിയാണ്. ഇവർ കെനിയക്കാരിയാണ്. നേരത്തെ പറഞ്ഞല്ലോ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം തുടക്കമിട്ട ആളാണ്. ഈ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം എന്തിനൊക്കെ വേണ്ടി തുടങ്ങിയത്? അതായത് എൻവയോൺമെൻറ്റൽ പ്രശ്നങ്ങൾക്ക് എതിരെ തുടങ്ങിയ സംഘടനയാണ് അത്. 2004 ഇവർക്ക് നൊബേൽ സമ്മാനം കിട്ടുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ എസ്തർ ഡുഫ്ലോ എടുക്കുമ്പോൾ എന്താണ്? ഇവരും സാമ്പത്തിക ശാസ്ത്രത്തിൽ തന്നെ നൊബേൽ സമ്മാനം ലഭിച്ച 2019 ഉള്ളൂ. എന്ത് കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? ആഗോളമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഇവർ ഫ്രഞ്ച് അമേരിക്കൻ വനിതയാണ്. അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം എന്താ? ഓപ്ഷൻ സി ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമി എന്നാണ്. ത്രികോണ
ത്രികോണാകൃതി കാണുന്ന പീഠഭൂമി എന്ന് ചോദിക്കുന്നത് ഡെക്കാൻ പീഠഭൂമിയാണ്. തെക്കേ ഇന്ത്യ കാണുന്ന പീഠഭൂമി എന്ന് ചോദിച്ചാലും എന്താണ്, അത് ഡെക്കാൻ പീഠഭൂമിയാണ്. ഈ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വ്യാപിച്ച് കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, അതുപോലെ എന്താണ് കുറച്ച് ഭാഗം വെസ്റ്റ് ബംഗാളിൻ്റെ കുറച്ച് ഭാഗം, ഒഡീഷയുടെ കുറച്ച് ഭാഗത്തൊക്കെ വ്യാപിച്ച് കിടക്കുന്ന ഒരു പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അപ്പം ഈ സ്ഥലമൊക്കെ എന്താണ്, റിച്ച് ഇൻ കോള്, അതുപോലെ അയണോറ്, മൈക്ക. അപ്പോൾ ഇതൊക്കെ ഖനനം ചെയ്തെടുക്കുന്നതിൽ ഫേമസ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളാണ് ഈ 4 സംസ്ഥാനങ്ങൾ. കാരണം എന്താ, ഇതൊക്കെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിക്കകത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഒത്തിരി ധാതുക്കൾ അതുകൊണ്ട് അവിടെയുണ്ട്. അപ്പോൾ ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്ന യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്തമായ ക്ഷേത്രം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്താ, ബൃഹദീശ്വര ക്ഷേത്രം. ഈ ക്ഷേത്രം പണിയെടുപ്പിച്ചാരാ? രാജ ചോളനാണ്. ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് ഒരു എൻജിനീയറിംഗ് മാർവലാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ നേരത്തെ പറഞ്ഞ ദ്രാവിഡ ആർക്കിടെക്ചറിന് ആണ് ഈ അമ്പലം പണിതേക്കുന്നത്. തമിഴ്നാട്ടിലല്ല, തെക്കേ ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ അമ്പലങ്ങളും എന്താണ് ദ്രാവിഡ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള വലിയൊരു അമ്പലമാണ്. ഈ രാജരാജ ചോളൻ എന്ന് പറയുന്ന ആളാണ് ചോള സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു രാജാവ്. അതായത് നമ്മുടെ പൊന്നിയിൻ സെൽവത്തിലൊക്കെ ആരാണ്, ജയദേവിയുടെ ക്യാരക്ടറാണ് രാജരാജ ചോളൻ. ഇദ്ദേഹത്തിൻ്റെ മകനാണ് രാജേന്ദ്ര ചോളൻ എന്നറിയപ്പെടുന്നത്. ഗംഗൈക്കൊണ്ട ചോളൻ എന്ന് പറയുന്നത്. അതായത് 10-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യ ആക്രമിച്ച് ഗംഗ വരെ എത്തിയോണ്ടാണ് ഗംഗൈക്കൊണ്ട ചോളൻ എന്ന പേര് കിട്ടിയ ആൾക്ക്. അതിനുശേഷം അവിടുന്ന് ഗംഗാജലം കൊണ്ടുവരികയും തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന് അതുകൊണ്ടുണ്ടാക്കിയ ഒരു നഗരത്തിൻ്റെ പേരാണ് ഗംഗൈക്കൊണ്ട ചോളൻ. തമിഴ്നാട്ടിൽ ഇപ്പോഴും ആ സ്ഥലമുണ്ട്. ഇവിടെ ഓപ്ഷൻ ബി കിടക്കുന്ന കൈലാസ ക്ഷേത്രം എന്ന് പറയുന്നത് അത് എല്ലോറ ഗുഹകളിനകത്ത് കാണപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. അതേതാ മഹാരാഷ്ട്രയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഈ പറയുന്നത് ഗംഭീരമായിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. എന്ന് വെച്ചാൽ ഒറ്റക്കല്ലിലാണ് അത് കൊത്തിയെടുത്തേക്കുന്നത്. ഏറ്റവും വലിയ സ്ട്രക്ചറിൽ ഒന്നാണ് കൈലാസ ക്ഷേത്രം. കൈലാസ ക്ഷേത്രം നിർമ്മിച്ച രാഷ്ട്രകൂത ഡൈനാസ്റ്റിയാണ്. രാഷ്ട്രകൂത രാജവംശമാണ് കൈലാസഗിരി നിർമ്മിച്ചത്. കൈലാസഗിരിയല്ല, കൈലാസ ക്ഷേത്രം നിർമ്മിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ കുടുംബശ്രീയാണ് ഉത്തരം. ഇവിടെ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതാരായിരുന്നു? അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയാണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്ത വർഷം എന്താണ്? 98 മെയ് 17 തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇനി എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ഇന്ന് കേരളത്തിൽ ഇവിടെ മലപ്പുറം ജില്ലയിലാണ് ഉദ്ഘാടനം നടന്നത്. ബാക്കിയുള്ള സ്കീംസിനെ പറ്റിയും പറയാം. ജീവനം പദ്ധതി എന്താ? കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരുടെ പുനരധിവാസത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. കൂടുതലുണ്ട് ഈ സ്വയം തൊഴിൽ കണ്ടെത്തൽ, അങ്ങനത്തെ സംഭവമൊക്കെയാണ് ഈ പദ്ധതി കീഴിൽ വരുന്നത്. ഈ ആശ്വാസകിരണം പദ്ധതി എന്താ? ആശ്വാസകിരണം പദ്ധതി എന്ന് പറഞ്ഞാൽ കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ്. ശാരീരികപരമായും മാനസികപരമായും വെല്ലുവിളികൾ നേരിടുന്ന മുഴുവൻ സമയ പരിചരണം ആവശ്യമുള്ള രോഗികളുടെ പരിചാരകർക്കാണ് ഇത് ലഭിക്കുന്നത്. അതുപോലെ എത്രയാണ്? പ്രതിമാസം 600 രൂപയാണ് ഈ പദ്ധതി പ്രകാരം കിട്ടുന്നത്. ഇവിടെ ഈ വയോമിത്രം പദ്ധതി എന്താ? വയോമിത്രം പദ്ധതി എന്ന് പറഞ്ഞാൽ 65 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ളതാണ്. അതായത് ഇതിൻ്റെ പദ്ധതി പ്രകാരം എന്താ? പദ്ധതി പ്രകാരം പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മൊബൈൽ ക്ലിനിക്കുകൾ വഴി സൗജന്യ വൈദ്യസഹായം, അതുപോലെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്ന പരിപാടി, കൗൺസിലിംഗ്, അതുപോലത്തെ പരിപാടിയൊക്കെ ആണ് ഈ പദ്ധതി പ്രകാരം കിട്ടുന്നത്. ഇനി 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആരായിരുന്നു ചോദിച്ചാൽ സുഗതകുമാരി ആയിരുന്നു ആദ്യ ചെയർപേഴ്സൺ. ഇനി ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃത വർഷം 1992 അന്ന് ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? ആദ്യത്തെ അധ്യക്ഷ എന്നുള്ളത് ജയന്തി പട്നായിക് ആയിരുന്നു. ഇപ്പോഴത്തെ അധ്യക്ഷ എന്ന് പറയുന്നത് രേഖ ശർമ്മയാണ്. ഇപ്പോഴത്തെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാ? പി
സതി ദേവിയാണ്. അറിയാം, അന്ന് മറ്റേ MC ജോസഫ് വിവാദം ഉണ്ടായതിന് ശേഷം അവർ മാറിയാണ് ഇപ്പോൾ P സതീദേവി നിയുക്തിയായത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചത്. അനുച്ഛേദം 226 കറക്റ്റ് ആൻസർ. അതുപോലെ ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 32 നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ഇതെന്താ? ഇത് സുപ്രീം കോർട്ട് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശമാണ് എന്ത്? ആർട്ടിക്കിൾ 32. ഇതായിരിക്കും അനുച്ഛേദം 51 എന്ന് പറയുന്നത് എന്താ? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ്. 1976 42nd അമെൻമെൻറ്റ് വഴിയാണ് ഭരണഘടനയിലേക്ക് ആഡ് ചെയ്തത്. ഇത് വിടുന്ന പാർട്ട് ഏതാണ്? പാർട്ട് 4A ആണ്. ഇവിടെ ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 226 തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ പറഞ്ഞു, ഒന്ന് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടും ഒന്ന് ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടും എന്ന് പറഞ്ഞു. ഇനി 32 പ്രകാരം സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടുകൾക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതെന്താണ്? അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സംരക്ഷിക്കാൻ മാത്രമേ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇൻ കേസ് ഓഫ് ഹൈക്കോടതികൾ ആർട്ടിക്കിൾ 226 പ്രകാരം എന്താ? ഏത് നിയമപരമായ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ അവർക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റും. അപ്പോൾ അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. റിട്ട് പുറപ്പെടുവിക്കുന്ന കാര്യത്തിൽ അധികാരപരിധിയിൽ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും വ്യത്യാസം ഈ പറഞ്ഞാണ്. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് നിയമത്തിന് മുമ്പിൽ സമത്വം നൽകുന്നതെന്ന് ചോദിച്ചാൽ എന്താ? അനുച്ഛേദം 14 ആർട്ടിക്കിൾ 14. അനുച്ഛേദം 17 എന്താണ്? അനുച്ഛേദം 17 അൺടച്ചബിലിറ്റിയാണ്. തൊട്ടുകൂടായ്മയെ നിയമം മൂലം നിർത്തലാക്കിയ ആർട്ടിക്കിളാണ് എന്താ? ആർട്ടിക്കിൾ 17. ഇവിടെ ആർട്ടിക്കിൾ 14 എന്താ? ആർട്ടിക്കിൾ 14 ബാലവേലയെ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് വെച്ചാൽ എന്താണ്? കൂലിക്ക് ജോലിക്ക് വെച്ചാൽ അത് കുറ്റകരമാണെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ഇനി അനുച്ഛേദം 22 എന്താ? ആർട്ടിക്കിൾ 22 ഇല്ലീഗലായിട്ടുള്ള കൺസൈൻമെൻറ്റിനെ കുറിച്ച് പറയുന്നതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുവാണെങ്കിൽ അയാൾ എന്തിനാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് അയാളെ അറിയിക്കണം. കറക്റ്റായിട്ടുള്ള കാരണം അറിയിച്ചിട്ട് മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്ക് നിയമപരമായിട്ട് അഭിഭാഷകനെ സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ അറസ്റ്റ് ചെയ്തതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കാനുള്ള അവകാശം. ഇതൊക്കെയാണ് എന്താ? ആർട്ടിക്കിൾ 22 പറയുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് നടക്കത്തില്ല കേട്ടോ. അതേതൊക്കെ കേസാണ്? ഒന്നാമത്തെ കാര്യം കരുതൽ തടങ്കൽ, അതായത് പ്രിക്കോഷണറി കൺഫൈൻമെൻറ്റ്. അതുപോലെ UAPA ആക്റ്റൊക്കെ ചുമത്തി ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഈ അനുച്ഛേദം 22 ബാധകമാവില്ല. UAPAയുടെ ഫുൾ ഫോം എന്താ? അൺലോഫുൾ ആക്ട് പ്രിവെൻഷൻ ആക്റ്റാണ്. അതായത് ഭീകരവാദം തടയുന്നതിനെതിരെയുള്ള ആക്റ്റാണ് UAPA. അപ്പം 33ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 33ാമത്തെ ക്വസ്റ്റ്യൻ സർക്കാർ ഉദ്യോഗസ്ഥരോട് താങ്കളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം ആൻസർ ഏതാ? മാൻഡമസ്. ഈ മാൻഡമസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? കൽപ്പിക്കുന്നു എന്നാണ്. അതായത് ഇത്രേ ഉള്ളൂ. കോടതി ഈ ഉത്തരവിലൂടെ ഒരു പൊതുസ്ഥാപനത്തെ ഉദ്യോഗസ്ഥന് കൽപ്പിച്ച് അവരുടെ നിയമപരമായ ചുമതലകൾ നിറവേറ്റാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ല, ഹേബിയസ് കോർപ്പസ് എന്താ? ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നാണ്. അതായത് ഒരാളെ ഇപ്പം അൺലോഫുൾ ആയിട്ടുള്ള കൺഫൈൻമെൻറ്റിലോ അല്ലെങ്കിൽ തടവിൽ പാർപ്പിച്ചേക്കുന്നോ അല്ലെങ്കിൽ കാണാതായ ആളെയോ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുക എന്നുള്ളതാണ് ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം. ശരീരം ഹാജരാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. കോടതി ഒരു ഹേബിയസ് കോർപ്പസ് റിട്ട് പുറത്തിറക്കിയ എന്താണ്? ആ കാണാതായ പുള്ളിയോ അത് ആരെയാണോ ഉദ്ദേശിക്കുന്നത് അയാളെ പിടിച്ചുകൊണ്ട് വന്ന് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുന്ന എന്താണ്? പോലീസിൻ്റെ മാത്രം ഉത്തരവാദിത്തമായിരിക്കും. വേറൊരു ഇമ്പോർട്ടൻ്റ് റിട്ടാണ് എന്ത്? വാറന്റോ. ഇതിനർത്ഥം എന്താ? ഇതിനർത്ഥം എന്തധികാരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് ഒരു പൊതു പദവിയിൽ
നിയമപരമായി നിലനിർത്താനുള്ള അവകാശമുണ്ടോ എന്ന് പരിശോധിക്കുന്ന റിട്ടാണ് എന്ത് കോ വാറണ്ട് ഓഫ്. ഇനി ബാക്കി രണ്ടെണ്ണം പ്രൊഹിബിഷനും സോഷ്യോറിറ്റി എന്താണ് കോടതികൾ തമ്മിലുള്ള അധികാരപരിധികൾ നിശ്ചയിക്കാനുള്ള റിട്ടുകളാണ്. അതായത് ഒരു കോടതിയുടെ അധികാരപരിധിയിൽ പുറത്തുള്ള കാര്യങ്ങളാണ് ആ കോടതി തീരുമാനം എടുക്കുന്നെങ്കിൽ ഈ രണ്ട് റിട്ടും ഉപയോഗിച്ചാണ് അധികാരപരിധിയിലുള്ള കോടതി ചോദ്യം ചെയ്യുന്നത്. പ്രൊഹിബിഷൻ ഉപയോഗിച്ച് എന്താണ് ആ കേസിലുള്ള ഇൻവോൾവ്മെൻറ്റ്, അതായത് അധികാരപരിധി ഇല്ലാത്ത കോടതിയുടെ ഇൻവോൾവ്മെൻറ്റ് പ്രൊഹിബിഷൻ ഉപയോഗിച്ച് നിർത്തുക ചെയ്യുന്നത്. പേരിൻ്റെ വാക്കെന്താണ്? പ്രൊഹിബിഷൻ. അതുപോലെ സോഷ്യോറിറ്റിയുടെ അർത്ഥം എന്താ? വിവരണം ആവശ്യപ്പെടുന്നു എന്നാണ് അർത്ഥം വരുന്നത്. അതായത് ഒരു കീഴ്ക്കോടതിയോട് ട്രിബ്യൂണലിൻ്റെയോ ഒരു കേസിൻ്റെ രേഖകൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ആവശ്യപ്പെടുന്ന ഈ റിട്ടിൽ കൂടിയാണ്. ഇതാണ് സോഷ്യോറിറ്റി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ 34ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേരെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്താ? സ്വരൻ സിംഗ് കമ്മിറ്റിയാണ്. ബാക്കി 3 ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കോത്താരി കമ്മീഷൻ എന്താ? എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷനാണ്. ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി എന്താ? അത് പഞ്ചായത്തിന് സ്റ്റാറ്റ്യൂട്ടറി ബോഡി നൽകുന്നതിനെ പറ്റി ആലോചിക്കാൻ ഉണ്ടാക്കിയ കമ്മീഷനാണ്. ഈ സെയിം ആവശ്യത്തിന് ഉണ്ടാക്കിയ വേറൊരു കമ്മീഷനാണ് എന്താ? അശോക് മെഹ്ത്ത കമ്മിറ്റി. ഇത് രണ്ടിൻ്റെ വ്യത്യാസം രണ്ട് ഗവൺമെൻറ് കീഴിലായിരുന്നു, അല്ലെങ്കിൽ 2 കാലഘട്ടത്തിലായിരുന്നു രൂപീകരിച്ചെന്നേ ഉള്ളൂ. ഇപ്പോൾ കോത്താരി കമ്മീഷൻ രൂപീകൃതമായ വർഷം 1964 രൂപീകൃതമായത്. ഡോക്ടർ ദൗലത് സിംഗ് കോത്താരി എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ നേതൃത്വത്തിലായിരുന്നു കോത്താരി കമ്മീഷൻ രൂപീകൃതമായത്. ഇനി ഇവിടെ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി രൂപീകൃതമായ വർഷം 1957. അശോക് മെഹ്ത്ത കമ്മിറ്റി രൂപീകൃതമായ വർഷം 1977. ഇത് ജനതാ ഗവൺമെൻറ് കീഴിലായിരുന്നു അന്ന് ഈ കമ്മിറ്റിയെ നിയോഗിച്ചത്. ഒരു കമ്മിറ്റിയും കൂടെ ഉണ്ട്. അതെന്താണ്? PK തുങ്കൻ കമ്മിറ്റി 1988 രൂപീകൃതമായത്. ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഭരണഘടനാ സാധുത നൽകിയത് പഞ്ചായത്തുകൾക്ക്. 1992 73ാം ഭേദഗതി പ്രകാരം പഞ്ചായത്ത് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂട്ടറി ബോഡി ആക്കിയത് PK തുങ്കൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം. ഇനി ഈ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിയും അശോക് മെഹ്ത്ത കമ്മിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി 2 ടയർ സിസ്റ്റമാണ് പ്രപ്പോസ് ചെയ്തെങ്കിൽ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി എന്താണ്? എനിക്ക് പറഞ്ഞപ്പോൾ തിരിഞ്ഞു പോയാൽ 3 ടയർ സിസ്റ്റമാണ് പ്രപ്പോസ് ചെയ്തത്. പക്ഷേ ഇയാളെന്താണ്? 2 ടയർ മതി എന്നാണ് അന്ന് പറഞ്ഞത്. ഇപ്പം 35ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഡിസ്കസ് ചെയ്ത സാധനം തന്നെയാണ്. ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. അനുച്ഛേദം 51A. 1976 ഇത് ഭരണഘടനയിലേക്ക് ചേർത്തത്. പാർട്ട് 4A ചേർത്തത്. സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഇന്ദിരാഗാന്ധിയായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി. മൊത്തം എത്ര മൗലിക കടമകളുണ്ട്? മൊത്തം 11 മൗലിക കടമകളുണ്ട്. ഇവിടുന്ന് കടമെടുത്ത് USSRൽ നിന്നാണ് അത് കടമെടുത്ത. USSRൽ നിന്നാണ് കടമെടുത്തത്. ഇനി ഈ ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് 21A 6നും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്ത അമെൻമെൻ്റ് എന്താ? 86ാമത് അമെൻമെൻ്റാണ്. 2010 ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇനി ഈ ആർട്ടിക്കിൾ 243 എന്താ പറയുന്നത്? 243 പഞ്ചായത്തുകളെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 1993 പഞ്ചായത്തിന് ഭരണഘടന സാധുത നൽകിയെന്ന്. ഭരണഘടന സാധുത നൽകിയത് പഞ്ചായത്തെല്ലാം എടുത്ത് ആഡ് ചെയ്തേക്കുന്ന ആർട്ടിക്കിൾ എന്താ? 243 തൊട്ട് 243A തൊട്ട് 243O വരെയാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഇത് 9ാമത്തെ പാർട്ടിൽ കിടക്കുന്നത്. അപ്പോൾ 243A എന്താ? ഗ്രാമസഭയെ പറ്റി പറയുന്നതാണ്. ഇനി ഇവിടെ ആർട്ടിക്കിൾ 371 എന്താ പറയുന്നത്? അത് ചില സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന പ്രത്യേക ഇമ്മ്യൂണേഷൻസാണ്. അതപ്പം ആർട്ടിക്കിൾ 370 എന്തായിരുന്നു? ആർട്ടിക്കിൾ 370 കാശ്മീരിന് കൊടുക്കുന്നതായിരുന്നു. ഇപ്പം 371A എന്ന് പറയുന്നത് നാഗാലാൻഡിന് കൊടുക്കുന്നതാണ്. നാഗാലാൻഡിന് കൊടുക്കുന്ന സ്പെഷ്യൽ കൺസിഡറേഷനാണ് ആർട്ടിക്കിൾ 370. 36ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ഡിസംബർ 10. ഐക്യരാഷ്ട്രസഭയിൽ
സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ച് ഈ ദിവസമാണ് ഡിസംബർ 10. ഏത് വർഷം? 1948. അപ്പം അതുകൊണ്ടാണ് ഡിസംബർ 10 അങ്ങനെ ആചരിക്കുന്നത്. ഇനി ഒക്ടോബർ 24 എന്താ? ഇത് UN ദിനമാണ്. അതുപോലെ ഈ ഓപ്ഷൻ ഡി കിടക്കുന്ന സെപ്റ്റംബർ 5 ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? അധ്യാപക ദിനമാണ്. ദേശീയ അധ്യാപക ദിനമാണ്. അത് ആരുടെ പറഞ്ഞാൽ രണ്ടാമത്തെ പ്രസിഡൻ്റായിരുന്ന S. രാധാകൃഷ്ണൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ലോകാധ്യാപക ദിനം സെപ്റ്റംബർ 5 ആചരിക്കുന്നത്. ഈ ജനുവരി 10 എന്ന് പറയുന്നത് ഹിന്ദി ദിവസമാണ്. അപ്പം ഇപ്പോഴത്തെ, അതായത് പ്രസൻ്റ്ലി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാ? ശ്രീ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യമാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇട്ട സമയത്ത് അത് ആക്ടിങ് ചെയർപേഴ്സൺ ആയിരുന്നു, സ്ഥിരം ചെയർപേഴ്സൺ അല്ലായിരുന്നു. അതാരായിരുന്നു? ശ്രീമതി വിജയ് ഭാരതി സയാനിയാണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. 2024 ഡിസംബറോടെ ഇയാൾ ഒഴിയുകയും ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം പിന്നീട് ചുമതലയേൽക്കുകയും ചെയ്തു. ഇനി ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ച എന്നാണെന്നാണ് ചോദിച്ചത്. 1947 ജൂലൈ 22. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയാണ് 1947 ഓഗസ്റ്റ് 15. അപ്പോൾ ഓഗസ്റ്റ് 15 ഡൽഹിയിൽ റെഡ് ഫോർട്ട്, അതായത് ചെങ്കോട്ടയിൽ ജവഹർലാൽ നെഹ്റു ആണ് അന്ന് കൊടി ഉയർത്തിയത്. അപ്പം അന്ന് കൊടി ഉയർത്തണമെങ്കിൽ അതിന് മുമ്പ് കൊടി അംഗീകരിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം എന്നാൽ അംഗീകരിച്ച 1947 ജൂലൈ 22 ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് കൊടി ആദ്യമായിട്ട് അംഗീകരിച്ചത്. അപ്പോൾ ഇതുപോലെ കൊടി, അതുപോലെ നാഷണൽ സിംബലൊക്കെ അടങ്ങിയ വിഷയങ്ങളുടെ സബ് കമ്മിറ്റിയിൽ ആരായിരുന്നു? അതിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇനി ഇവിടെ കിടക്കുന്ന ഈ ജനുവരി 26 ഒരു പ്രത്യേകതയുണ്ട്. എന്താ? 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് 1950 ജനുവരി 26. ഇവിടെ ഈ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? 1946 ഡിസംബർ 13 കൂടിയ ഭരണഘടനാ സമിതി മീറ്റിങ്ങിലാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അതായത് ഉദ്ദേശക ലക്ഷ്യം അവതരിപ്പിച്ചത്. അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്താണ്? പിന്നീട് പ്രിയാമ്പിളായിട്ട് മാറുകയായിരുന്നു ചെയ്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളായിട്ട് മാറുകയായിരുന്നു ചെയ്തത്. ഞാനൊരു ഡേറ്റ് പറയാം. ആ ഡേറ്റ് എന്താണെന്ന് പറയാം. അതായത് 1950 ജനുവരി 24. അതെന്താ? അതെന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതി ദേശീയ ഗാനം, അതായത് ജനഗണമന ദേശീയ ഗാനം, അത് ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ച ദിവസമാണ് 1950 ജനുവരി 24. ഇനി അടുത്ത് കിടക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? സിമിലർ ക്വസ്റ്റ്യനാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ച ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഏത് നോവലിൽ നിന്നാണ് എടുത്തത്? ആനന്ദ മഠം എന്ന് പറയുന്നത് നോവലിൽ നിന്നാണ് എടുത്തത്. നോവലിറങ്ങിയ വർഷം 1882. ഇനി ഇവിടെ മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ എന്തിനാണ് ഫേമസ്? അയാൾ സാരേ ജഹാംസെ അച്ഛ എന്ന് പറഞ്ഞ പാട്ട് എഴുതിയതിലൂടെയാണ് ഫേമസ്. ഇനി ഇതേ മുഹമ്മദ് ഇക്ബാൽ തന്നെയാണ് പാകിസ്ഥാൻ്റെ ദേശീയ കവി എന്നും അറിയപ്പെടുന്നത്. അപ്പം 40ാമത്തെ ക്വസ്റ്റ്യൻ കൊടുക്കാം. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി വിശ്വഭാരതിയാണ് ആൻസർ വരുന്നത്. ഇവിടെ ഈ യൂണിവേഴ്സിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ചാൻസലർ എന്നറിയപ്പെടുന്ന ആരാണ്? ഇത് PM ഓഫ് ഇന്ത്യ ആണ്. ആരാണോ PM അയാളായിരിക്കും അപ്പോഴത്തെ വൈസ് ചാൻസലർ. ഇവിടെ നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച ആരാണ്? ഗുപ്ത ചക്രവർത്തിയായിരുന്ന കുമാരഗുപ്തൻ ഒന്നാമനാണ്. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ. 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അരുവിക്കരയല്ല, അരുവിപ്പുറമാണ്. അത് രണ്ട് സ്ഥലമാണ്. അരുവിക്കര എന്ന് പറയുന്നത് വേറൊരു താലൂക്കിലാണ്, അരുവിപ്പുറം എന്ന് പറയുന്നത് വേറൊരു താലൂക്കിലാണ്. ബാക്കിയുള്ള കറക്റ്റാണ്. 1888 തന്നെയാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത്. അപ്പോൾ ആൻസർ ശ്രീനാരായണ ഗുരുവാണ് കറക്റ്റായിട്ട് വരുന്നത്. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ഇരവികുളമാണ്. 1978. ഇവിടെ പെരിയാർ വന്ന 1950. അപ്പോൾ ചോദിക്കും എന്താണ് ഇരവികുളം എങ്ങനെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് വന്നത്? പെരിയാർ എന്താണ്? പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. അത് നിലവിൽ വന്നത് 1950. ഇനി
പാമ്പാടിഞ്ചോല എന്ന നിലവിൽ വന്നത് 2004 നിലവിൽ വന്നത്. ഇതൊരു നാഷണൽ പാർക്കാണ്. ഇതിൻ്റെ കൂടെയുള്ള ഏതൊക്കെയാണ്? ഈ 2004 തന്നെ ഇതിൻ്റെ കൂടെ തന്നെ 2 നാഷണൽ പാർക്കും കൂടെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ? ആനമുടിച്ചോല, മതികെട്ടാഞ്ചോലയാണ് ആ 2 നാഷണൽ പാർക്ക്. പിന്നെ ഒരു നാഷണൽ പാർക്ക് കൂടെ കേരളത്തിലുള്ളൂ. അതേതാണ്? സൈലൻറ്റ് വാലിയാണ്. അത് 1984 നിലവിൽ വന്നത്. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വേമ്പനാട് കായലാണ്. അപ്പോൾ വേമ്പനാട് കായലിൻ്റെ ഏരിയ എത്രയാണ്? 1512 സ്ക്വയർ കിലോമീറ്ററാണ് ഏരിയ. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള തടാകവും എന്താണ്? വേമ്പനാട് കായലാണ്. ശാസ്താംകോട്ടക്കായലിൻ്റെ പ്രത്യേകത എന്താ? ഇത് ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് ശാസ്താംകോട്ടക്കായലാണ്. ഇതെന്താ? ഇത് എഫ് ആകൃതിയിലാണ് ഈ തടാകം കാണുന്നത്. അത് ഓർത്തിരിച്ചാൽ അത് ഓർത്തിരിക്കാൻ എന്താണ്? എഫ് എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ എന്ന് ഓർത്തിരുന്നാൽ മതി. അഷ്ടമുടിക്കായലിൻ്റെ പ്രത്യേകത എന്താ? ഇത് കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കായലാണ്. ഇതൊരു പനയുടെ ആകൃതിയിലാണെന്നാണ് പറയുന്നത്. അപ്പം ജസ്റ്റ് ഓർത്തിരിക്കുക. ഇത് അഷ്ടമുടി എന്ന് പറയുന്ന പേര് വരാൻ കാരണം എന്താ? ഇത് 8 ശാഖകളുണ്ട്. അപ്പം പനകൾക്ക് 8 ശാഖയുണ്ടെന്നോ അങ്ങനെ വല്ലതും ഓർത്തിരുന്നാൽ മതി. കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ആരാന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം അതാരാ? PT ഉഷയാണ്. പയ്യോളി എക്സ്പ്രസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? PT ഉഷയാണ്. അത് നിക് നെയിമാണ് PT ഉഷയുടെ. ഇനി ആദ്യമായിട്ട് പങ്കെടുത്ത ഒളിമ്പിക്സ് ഏതാണ്? 1980 മോസ്കോ ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് ഇവർ പങ്കെടുക്കുന്നത്. അതിനുശേഷം 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലാണ് ഇവർക്ക് സെക്കൻഡുകൾക്കുള്ളിൽ എന്താണ് മെഡൽ നഷ്ടമാവുന്നത്. 400 മീറ്റർ ഹെർഡിൽസിലാണ് ആ നഷ്ടം ഉണ്ടാകുന്നത്. ഇനി 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ അതേ ഒളിമ്പിക്സിൽ തന്നെയായിരുന്നു ഷൈനി വിൽസൺ 800 മീറ്ററിൽ സെമി ഫൈനലിലെത്തുന്നത്. അന്ന് സെമി ഫൈനലിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത എന്നറിയപ്പെടുന്നത് എന്താണ്? ഷൈനി വിൽസൺ ആണ്. ഈ ഇവൻ്റ് ആദ്യം നടന്നുകൊണ്ടാണ് ഷൈനി വിൽസൺ സെമി ഫൈനലിലെത്തുന്ന ആദ്യത്തെ വനിതയാവുന്നത്. അതിനുശേഷമാണ് PT ഉഷയുടെ ഈവൻ്റ് നടക്കുന്നത്. PT ഉഷ സെമി ഫൈനലിൽ കിടക്കുന്നത്. കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഫാക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. 1884 ഒളിമ്പിക്സിൽ സെമി ഫൈനലിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് ഷൈനി വിൽസൺ ആണ്. എന്നാൽ ഫൈനലിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് PT ഉഷയാണ്. അപ്പം ഈ MD വത്സമ്മ ഇതാരാണ്? ഇതെന്ന് പറയുന്നത് ഏഷ്യാഡിൽ സ്വർണം നേടുന്ന ആദ്യത്തെ മലയാളി വനിതയാണ് MD വത്സമ്മ. 1982 ഡൽഹി വെച്ച് ചേർന്ന ഏഷ്യാഡിലാണ് ഇവർക്ക് സ്വർണം കിട്ടുന്നത്. ഇതിനെ തുടർന്ന് ഇവർക്ക് അർജുന അവാർഡൊക്കെ ലഭിക്കുന്നുണ്ട്. അതിൽ വേറൊരു കൺഫ്യൂസിങ് ഫാക്ട് കൂടിയുണ്ട്. അതായത് അർജുന അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ മലയാളി വനിത എന്ന് പറയുന്നവരാ? KC ഏലമ്മയാണ്. ഇത് ഒരു വോളിബോൾ താരമായിരുന്നു. ഇവർക്കൊക്കെ കുറേ കാലം മുമ്പേ തന്നെ KC ഏലമ്മയ്ക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മുതിരപ്പുഴയിലാണ്. ഈ മുതിരപ്പുഴ എന്ന് പറയുന്നതാണ് ഈ പെരിയാറിൻ്റെ പ്രധാന ഒരു പോഷക നദിയാണ്. അപ്പം പെരിയാറിൻ്റെ പ്രധാനമായിട്ടുള്ള പോഷക നദികൾ ഏതൊക്കെയാണ്? ഒന്ന് മുതിരപ്പുഴ, മറ്റേത് പെരിഞ്ഞാങ്കുട്ടി എന്ന് പറയുന്ന ഒരു ആറുണ്ട്, അതുപോലെ ഇടമലയാറ്, 4ാമത്തെ മുല്ലയാറ്. ഇത് 4മാണ് പ്രധാനപ്പെട്ട കൈവഴികൾ. ചെറുതും വലുതുമായ വേറെയും കൈവഴികളുണ്ട്, എന്നാലും ഇതാണ് പ്രധാനപ്പെട്ട 4 ഈ പള്ളിവാസൽ കമ്മീഷൻ ചെയ്ത വർഷം എത്രയാണ്? 1940. അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആരാ? ചിത്തിരതിരുന്ന ബാലരാമവർമ്മയായിരുന്നു കമ്മീഷൻ ചെയ്ത സമയത്തെ തിരുവിതാംകൂർ രാജാവ്. ഈ കുന്തിപ്പുഴയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറവുള്ള നദിയിലൊന്നാണ് കുന്തിപ്പുഴ. അതെന്തുകൊണ്ടാണ്? ഇത് സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ്. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയും സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി എന്ന് പറയുന്നത് തൂതപ്പുഴയാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? ഓപ്ഷൻ ബി മത്സ്യമാണ്. ഇതിൻ്റെ തന്നെ പാലിൻ്റെ എന്താണ്? ഓപ്പറേഷൻ ഫ്ലഡ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തിനാ? പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ, ഡയറി പ്രൊഡക്ട്സിൻ്റെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി നടത്തിയ സംഭവത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ഫ്ലഡ്. പിന്നെ 47ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന ആരാണ്? AK ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം
1931. അതിൻ്റെ പ്രസിഡൻ്റ് ആരായിരുന്നു? പ്രസിഡൻറ്റ് മന്നത്ത് പത്മനാഭനും. അതുപോലെ തന്നെ സെക്രട്ടറി ആരായിരുന്നു? സെക്രട്ടറി കെ കേളപ്പനുമായിരുന്നു. ഇവിടെ പി കൃഷ്ണപിള്ള എന്ന് പറഞ്ഞ മനുഷ്യൻ എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ വളരെയേറെ പങ്ക് വഹിച്ച ആളാണ്. കുറേ കൊടിയ മർദ്ദനമൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഈ പി കൃഷ്ണപിള്ള തന്നെയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു. ഇനി 48ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാ? വിഴിഞ്ഞമാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അതുപോലെ തന്നെ ദേശിംഗനാടെന്നറിയപ്പെടുന്ന തുറമുഖം ഏതായിരുന്നു? ദേശിംഗനാടെന്നറിയപ്പെടുന്ന സ്ഥലം ഏതായിരുന്നു? കൊല്ലമായിരുന്നു. അപ്പം കൊല്ലത്തിൽ 14ാം നൂറ്റാണ്ടിൽ ഇബൻ ബത്തൂത്ത സന്ദർശിച്ചപ്പം അയാൾ വിളിച്ചെന്താണ്? ദേശിംഗനാടെന്നാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. അപ്പോൾ വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്തെന്നാ മെയ് 2, 2025 ഉദ്ഘാടനം ചെയ്ത് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രത്യേകത എന്താ? വലിയ കപ്പലുകൾ, അതായത് മദർഷിപ്പുകൾക്ക് വരാൻ കഴിയുന്ന വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ് വിഴിഞ്ഞം തുറമുഖം. ഇതെന്താണ്? ഇതൊരു കറണ്ട് അഫയേഴ്സാണ്, അത് ഓർത്ത് വെച്ചോളാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണെന്ന് ചോദിച്ചെന്നാൽ കുമ്പളങ്ങിയാണ് കറക്റ്റ് ആൻസർ. ഇവിടെ മത്സ്യബന്ധന ഗ്രാമത്തെക്കുറിച്ച് പറയുമ്പോൾ നീണ്ടകര എന്താണ്? കേരളത്തിലെ ഒരു പ്രധാന മത്സ്യബന്ധന ഗ്രാമമാണ്. ഇൻഡോ നോർവീജിയൻ പ്രൊജക്റ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താ? നീണ്ടകരയാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 50ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ആധുനിക കാലത്തിലെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച എന്താണ്? ക്ഷേത്ര പ്രവേശന വിളംബരമാണ്. നടന്ന വർഷം 1936. ഇത് തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അതിൻ്റെ കറക്റ്റ് ഡേറ്റ് എന്താ? നവംബർ 12, 1936 ക്ഷേത്രപ്രവേശന വിളംബരം ഇറങ്ങിയത്. അതിന് രാജാവാരായിരുന്നു? ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയായിരുന്നു അന്നത്തെ രാജാവ്. ഈ ക്ഷേത്രപ്രവേശന വിളംബരം കൊച്ചിയിൽ നടന്ന വർഷം എന്നാ? കൊച്ചിയിൽ നടന്ന 1947 കൊച്ചി നടന്നത്. കറക്റ്റ് ഡേറ്റ് ഡിസംബർ 22. സമയം മലബാറിൽ നടന്ന 1947 തന്നെയാണ്. പക്ഷേ ജൂണിലാണെന്ന് എനിക്കറിയാം. കറക്റ്റ് ഡേറ്റ് ഞാൻ മറന്നുപോയി. ഇനി 51ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്ന ആരാ? ചട്ടമ്പി സ്വാമികളാണ് കറക്റ്റ് ആൻസർ. അപ്പം ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, അതുപോലെ വേദാധികാര നിരൂപണം, ആദിഭാഷ, അദ്വൈത ചിന്താ പദ്ധതി, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. ഇദ്ദേഹം ജനിച്ചത് 1953 ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? ഇത് കണ്ണമ്മൂല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തിരുവനന്തപുരം ജില്ലയിൽ കണ്ണമ്മൂല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. അതുപോലെ മെയ് 5 സമാധിയായി. വർഷം 1924. ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ, 54ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചത്. കറക്റ്റ് ആൻസർ ഏതാ? മിഥുൻ ചക്രവർത്തിയാണ്. 2022 നടന്ന 70ാമത് നാഷണൽ ഫിലിം അവാർഡ് സെറിമണിയിലാണ് ഈ അവാർഡ് മിഥുൻ ചക്രവർത്തിക്ക് കൊടുത്തത്. അത് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡായിട്ടാണ് കൊടുത്തത്. ഇതിന് മുമ്പ് 69ാമത് നാഷണൽ ഫിലിം അവാർഡ്സിലാണ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡായിട്ട് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് തന്നെ ആർക്ക് കൊടുത്തത്? രജനീകാന്തിന് കൊടുത്തത്. 71ാമത് നാഷണൽ ഫിലിം അവാർഡ് സെറിമണിയിൽ 2025 ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡായിട്ട് കിട്ടിയത് ആർക്കാണ്? മോഹൻലാലിനാണ് കിട്ടിയത്. അതെനിക്ക് തോന്നുന്നു 2023 അവാർഡാണ് ഇപ്പോൾ കിട്ടിയത്, എനിക്ക് സംശയമുണ്ട്. 53ാമത്തെ ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപം. അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്നാണ്? 1721. അപ്പം അന്ന് തിരുവിതാംകൂറായിട്ടില്ല, അന്ന് വേണാട് രാജവംശമായിരുന്നു. വേണാട് രാജവംശം ഭരിച്ചുകൊണ്ടിരുന്നവരായിരുന്നു അശ്വതി തിരുനാൾ ഉമയമ്മ റാണിയായിരുന്നു. ഈ കല്ലുമാല സമരം നടന്ന വർഷം 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് നടന്നത്. ഇനി മലബാർ കലാപം നടന്ന വർഷം
1921. പഴശ്ശിക്കലാപം രണ്ട് പാർട്ടായിട്ടാണ് നടന്നത്. ഒന്നാം പഴശ്ശിക്കലാപം, രണ്ടാം പഴശ്ശിക്കലാപം. ഒന്നാം പഴശ്ശിക്കലാപം നടന്നത് 1793 മുതൽ 1797 വരെയാണ്. രണ്ടാമത് നടന്നത് 1800 മുതൽ 1805 വരെയാണ്. ഇതൊരു PYQ ആണ്. രണ്ടാം പഴശ്ശിക്കലാപം നടന്ന വർഷം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. പരീക്ഷ ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ചോദിച്ചിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന എന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം രണ്ടാമത്തെ പ്രസ്താവന നമുക്ക് കാണാതറിയാം. എന്താണ്? കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ആദ്യത്തെ പ്രസ്താവന എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇയാൾ ജനിച്ചത് എവിടെയാണ്? ജനിച്ചത് പത്തനംതിട്ട ജില്ലയിൽ ഇരവിവേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. ഇനി ഓപ്ഷൻ 3 സ്റ്റേറ്റ്മെൻറ്റ് 3 എന്താ? ജ്ഞാനപീയൂഷം എന്ന പ്രാർത്ഥനാ പുസ്തകം മാന്നാനം പ്രസിൽ നിന്ന് അച്ചടിച്ചിറക്കി എന്ന് പറഞ്ഞ് തെറ്റായ പ്രസ്താവനയാണ്. ഇത് പുറത്തിറക്കിയത് ചാവറ അച്ഛനാണ്. അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റുമാണ് കറക്റ്റ്. 2ഉം 4ഉമാണ് കറക്റ്റ് വരുന്നത്, ഓപ്ഷൻ സി. ഇനി പൊയ്കയിൽ യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? പ്രത്യക്ഷ രക്ഷ ദൈവസഭ എന്ന് പറയുന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. അതുപോലെ ഈ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന തിരുവിതാംകൂർ സർക്കാർ അനുമതിയോടുകൂടി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി എന്ന് പറയുന്നത് എവിടെയാണ്? അത് ഇരവിവേലൂർ തന്നെയാണ്. ഇരവിവേലൂർ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്തുള്ള സ്ഥലമാണ്. ഇനി ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനി ഏതാണ്? അത് ഓപ്ഷൻ സി INS അരിഹാന്താണ്. ആദ്യത്തെ ഏതാണ്? INS അരിഹന്താണ്. അപ്പം മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര എന്ന് പറയുന്ന പോലെ അരിഹാത്തും അരിഹന്തും മാറിപ്പോരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 56ാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏതെല്ലാം എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം മന്നത്ത് പത്മനാഭൻ സമത്വ സമാജം അല്ല തുടങ്ങിയത്, NSS ആണ് തുടങ്ങിയത്. സമത്വ സമാജം തുടങ്ങിയത് ആരാ? വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം തുടങ്ങിയ വർഷം 1836. NSS സ്ഥാപിതമായത് 1914. ഇനി VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ തന്നെയാണ് തുടങ്ങിയത്. ഇത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. 1908 യോഗക്ഷേമ സഭ തുടങ്ങിയത്. കുമാരഗുരുദേവൻ ആത്മവിദ്യാസംഘം അല്ല തുടങ്ങിയത്. നമ്മൾ നേരത്തെ പറഞ്ഞു, കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ തുടങ്ങിയത് എന്താണ്? പ്രത്യക്ഷ രക്ഷാ ദേവസഭയാണ് കുമാരഗുരുദേവൻ തുടങ്ങിയത്. ഇത് 1909 സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ പണ്ഡിറ്റ് KP കറുപ്പൻ ആര്യ സമാജം തുടങ്ങി. ഇത് രണ്ടും കറക്റ്റാണ്. അപ്പോൾ ശരിയായത് ഏതാ? 1ഉം 4ഉമാണ് കറക്റ്റായത്. 1ഉം 4ഉം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അതുപോലെ ആര്യ സമാജം സ്ഥാപിച്ച വർഷം എന്ന് പറയുന്നത് 1907. 57ാമത്തെ ക്വസ്റ്റ്യൻ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ഇതെന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയ ഫലകം എവിടെയാണ്? അത് അരുവിപ്പുറം ക്ഷേത്രത്തിലാണ്. നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് മുമ്പ് ഏതൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പ് വറുക്കൽ സമരം നടന്ന സ്ഥലം എന്താണ്? പയ്യന്നൂർ. ഇതും ഡിസ്കസ് ചെയ്തിരുന്നു. 1930 നടന്നത്. ആരാണ്? കേളപ്പനാണ് പയ്യന്നൂർ ഇതിന് നേതൃത്വം നൽകിയത്. ഇനി പയ്യന്നൂർ കേളപ്പൻ ഉപ്പ് സത്യാഗ്രഹം നടത്തിയതിന് ശേഷം കേളപ്പൻ അറസ്റ്റ് വരിച്ചു. അതിനുശേഷം അത് കണ്ടിന്യൂ ചെയ്ത് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം കണ്ടിന്യൂ ചെയ്ത് ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്. അയാൾ കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാ? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി 2 മെഡൽ നേടുന്ന ആദ്യ താരം എന്ന് പറയുന്നത് മനു ഭാക്കറാണ്. ഇനി മനു ഭാക്കർ ഏത് ഒളിമ്പിക്സിലാണ് മെഡൽ നേടിയത്? 2024 പാരീസ് ഒളിമ്പിക്സിലാണ് മെഡൽ നേടിയത്. 2 വെങ്കലമാണ് നേടിയത്. ഏതൊക്കെ ഈവൻ്റാണ്? ഒന്ന് 10 മീറ്റർ എയർ റൈഫിൾ, 10 മീറ്റർ എയർ റൈഫിൾ വുമൺസിലും, പിന്നെ 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡിലുമാണ് 2 ബ്രോൺസ് മെഡലാണ് കിട്ടിയത്. ഇനി 60ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരതര കേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? അത് മന്നത്ത് പത്മനാഭനാണ്. ഇനി മന്നത്ത് പത്മനാഭനെ ആദ്യമായിട്ട്
ഭാരത കേസരി എന്ന് വിശേഷിപ്പിച്ചാരാ? അത് ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. എന്നാൽ അയ്യങ്കാളിനെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചാരാ? അത് മഹാത്മാഗാന്ധിയാണ് അങ്ങനെ വിളിച്ചത്. ഗാന്ധിയാണ് വിശേഷിപ്പിച്ചത്. ഇതേ അയ്യങ്കാളി തന്നെ ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? അതായത് കേരളത്തിൻ്റെ മഹാനായ പുത്രൻ എന്നാണ് അയ്യങ്കാളിയെ ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ഏത് സസ്യവിഭാഗത്തിൽ പെടുന്നതാണ് റിക്സിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിക്സിയ എന്താ? ബ്രയോഫൈറ്റ്സിൽ ഉൾപ്പെടുന്ന സസ്യവിഭാഗമാണ്. ഈ ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രക്ചറൊന്നും ഇല്ലാത്ത ഒരു പ്ലാന്റ് കിങ്ഡത്തിലെ ഫൈലമാണ് ബ്രയോഫൈറ്റ്സ്. ഇതിനെന്താണ് റൂട്ട്, അങ്ങനത്തെ ലീവ്സ്, റൂട്ടൊന്നും കാണത്തില്ല. പക്ഷേ ഇത് ഭക്ഷണം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഫോട്ടോസിന്തസിസ് വഴിയാണ്, സൂര്യപ്രകാശം വഴിയാണ് ഒരു ഭക്ഷണം കണ്ടെത്തുന്നത്. പക്ഷേ ഫുഡോ വെള്ളമൊക്കെ മുകളിലോട്ടും താഴോട്ടും നീക്കാൻ സൈലം ഫ്ലോയം പോലത്തെ സ്ട്രക്ചറൊന്നും ഉണ്ടാവില്ല. ഇത് റീപ്രൊഡക്ഷൻ നടത്തുന്നത് എങ്ങനെയാണ്? റീപ്രൊഡക്ഷൻ നടത്തുന്നത് സ്പോർട്സ് വഴിയാണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒന്നുമല്ല. ഈ ആൽഗെ എന്ന് പറയുന്ന സംഭവത്തിനേക്കാൾ കുറച്ചും കൂടെ ഒരു ഹയർ ആൻഡ് സഫിസ്റ്റിക്കേറ്റഡ് ഇതാണ് ബയോഫൈറ്റ്സ്. പിന്നെ ജിംനോസ്പെംസ് അറിയാമല്ലോ. നേക്കഡ് സീഡ്സ്, അതായത് കവറിങ് ഒന്നും ഇല്ലാതെ കാണാൻ കഴിയാത്ത സീഡുകൾ ഉള്ള ചെടികളെയാണ് ജിംനോസ്പെംസ്. ആൻജിയോസ്പെംസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന ചെടികൾ, അതായത് ഒരു ഫ്രൂട്ടിനകത്ത് സീഡ് വരുന്ന പോലത്തെ ചെടികളാണ് ആൻജിയോസ്പെംസ്. ലോകത്ത് ഭൂരിഭാഗം ചെടികളും എന്താണ്? ആൻജിയോസ്പെംസ് ആണ്. ഈ ടെറിഡോഫൈറ്റ്സിനാണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, മോണോകോട്ടിലിഡനും ഡൈക്കോട്ടിലിഡനും. അതായത് സീഡ്സിൽ ഉണ്ടാകുന്ന പുറന്തോടിൻ്റെ ലെയറാണ് മോണോകോട്ടിലിഡൻ എന്ന് പറഞ്ഞാൽ ഒരു കോട്ടിലിട്ടുണ്ടാവുള്ളൂ, ഡൈക്കോട്ടിൽ എന്ന് പറഞ്ഞാൽ 2 കോട്ടിലുണ്ടാവും. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ പൂർണ്ണകാല ഗർഭത്തിൻ്റെ കാലയളവ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി 270 തൊട്ട് 280 ദിവസം വരെയാണ്. തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതികവിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ DNA ബാർകോഡിംഗ് ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഇനി DNA ഫിംഗർ പ്രിൻറ്റിങ് എന്താ? DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസായ മനുഷ്യരുടെ DNA സീക്വൻസ് എടുത്ത് ഡാറ്റാബേസിൽ സൂക്ഷിക്കുന്ന എന്ന് പറയുന്നതാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്. ഇതെന്തിനാ ഗുണം ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പം ക്രൈം സ്പോട്ടിൽ നിന്ന് കിട്ടുന്ന DNA എടുത്ത് ഡാറ്റാബേസിൽ ആഡ് ചെയ്താൽ ചെയ്ത ആളുടെയോ അവരുടെ ബന്ധുക്കളുടെയോ ഡീറ്റെയിൽസ് കിട്ടും. ഇതൊക്കെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മനുഷ്യരെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് DNA ഫിംഗർ പ്രിൻറ്റിങ് ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ ഈ തന്നേക്കുന്ന ഓപ്ഷൻ സി DNA ഇൻ്റർഫറൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ശരീരത്തിലുള്ള DNA അല്ലെങ്കിൽ RNA ചെയിൻസിലുണ്ടാകുന്ന ജനറ്റിക് ഡിസോർഡേഴ്സിനെ തടഞ്ഞു വയ്ക്കാനോ ന്യൂട്രലൈസ് ചെയ്യാനോ ചെയ്യുന്ന മെത്തേഡാണ് DNA ഇൻ്റർഫറൻസ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ജനറ്റിക് ഡിസോർഡറൊക്കെ തടയുന്നതിന് വേണ്ടിയാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ജനറ്റിക് എഞ്ചിനീയറിങ്. അതായത് DNA ബാർകോഡിങ്, DNA ഫിംഗർ പ്രിൻറ്റിങ്, DNA ഇൻ്റർഫറൻസ്, ഇതെല്ലാം ഒരു ബ്രോഡായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അല്ല, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു സെക്ടറാണ് എല്ലാം ഉൾപ്പെടുന്ന ഒരു സാങ്കേതിക ശാസ്ത്രമാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഇനി 64 താഴെ പറയുന്നവർ ഏത് ഹോർമോണാണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളുടെ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് ചോദിച്ചാൽ ആൻസർ എന്താ? മെലാട്ടോണിനാണ്. ഇനി മെലാട്ടോണിൻ ഹ്യൂമൻ ബോഡിയിൽ എന്ത് മാറ്റം ഉണ്ടാക്കുന്നത്? ഇതെന്ന് പറയുന്നത് സ്ലീപ്പ് വെയ്ക്ക് സൈക്കിള് കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോൺ ഏത് ഗ്ലാൻഡാണ് സെക്രീറ്റ് ചെയ്യുന്നത്? പീനിയൽ ഗ്ലാൻഡാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ കോർട്ടിസോളും ആൽഡോസ്റ്റിറോണും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാ? അത് രണ്ടും സെക്രീറ്റ് ചെയ്യുന്ന അഡ്രിനാലിൻ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥിയാണ്. അത് എൻഡോക്രൈൻ ഗ്ലാൻഡിനകത്ത് പെടുന്ന ഒരു സാധനമാണ്. ഇനി ഇവിടെ തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന ആരാ? അത് തൈമസ് എന്ന് പറയുന്ന ഗ്രന്ഥിയാണ്. മനുഷ്യരിൽ വളരെ ചെറുപ്പത്തിൽ ആക്റ്റീവ് ആവുന്ന ഗ്രന്ഥിയാണ്. അതിനുശേഷം ചൈൽഡ്ഹുഡ് കഴിയുമ്പോഴത്തേനും അത് ചുരുങ്ങി ശൃംഗായി പോയിക്കൊണ്ടിരിക്കും, എന്ന് വെച്ചാൽ ഇനാക്റ്റീവ് ആയിക്കൊണ്ടിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ
മനുഷ്യ ശരീരത്തിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഏതാ? HPV ആണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. ഓപ്ഷൻ എ എന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. എന്താണ്? HIV ആണ്. ഇത് എയ്ഡ്സിന് കാരണമാക്കുന്ന വൈറസാണ്. അപ്പം എയ്ഡ്സിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ഏതൊക്കെയാണ്? ഒന്ന് വെസ്റ്റേൺ ബ്ലോട്ട് എന്ന് പറയും. രണ്ടാമത്തെ എന്താണ്? എലൈസ ടെസ്റ്റാണ് കൺഫർമേറ്ററി ടെസ്റ്റ്. ഇനി ഹെപ്പറ്റൈറ്റിസ്, ഈ മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്ന വൈറസാണ് എൻ്റെ ഹെപ്പറ്റൈറ്റിസ്. 66ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനം ആകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? അനുയാത്രയാണ് കറക്റ്റായിട്ട് ഉത്തരം. ഇനി മഴവിൽ സ്കീം, 2 മഴവിൽ സ്കീമുണ്ട്. ഒന്ന് കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തുക എന്നുള്ള രീതിയിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവതരിപ്പിച്ച മഴവിൽ സ്കീമുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ മിനിസ്ട്രിയുടെ കീഴിൽ, അതായത് എന്താണ്, സാമൂഹ്യക്ഷേമ നീതി വകുപ്പിൻ്റെ കീഴിൽ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി അവതരിപ്പിച്ച വേറൊരു മഴവിൽ സ്കീമുണ്ട്. അവരുടെ എന്താണ്, സെൽഫ് എംപ്ലോയ്മെൻറ്റ്, അതുപോലെ പാർപ്പിടം കണ്ടെത്താനുള്ള സ്കീമൊക്കെ എല്ലാം കൂടെ ചേർത്ത് ഇൻക്ലൂസീവ് സ്കീമാണ്. അപ്പം അതെല്ലാം കൂടെ ചേർത്ത് മഴവിൽ എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. ഈ നിസർഗ എന്ന് പറഞ്ഞ സ്കീം എന്താണ്? അത് ഇതുപോലെ തന്നെയാണ്, ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ആരംഭിച്ചൊരു സ്കീമാണ്. പ്രധാന ലക്ഷ്യം എന്താ? മെഡിക്കൽ അവബോധം വളർത്തുക, മെഡിക്കൽ സർവീസസ് എല്ലാവരിലും എത്തിക്കുക. അതൊക്കെയാണ് നിസർഗ സ്കീമിൻ്റെ ഉദ്ദേശം. ഇനി ഭൂമിക സ്കീം എന്താണ്? ഭൂമിക സ്കീം കേരള ഗവൺമെൻറ് വേറൊരു സ്കീമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മാനസികവും ശാരീരികവും സാമൂഹികവും നിയമപരമായ സപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി. ആർക്കാണ് ഈ സപ്പോർട്ട് കൊടുക്കുന്നത്? അത് വിക്ടിംസ് ഓഫ് റേപ്പ്, വയലൻസ്, അതുപോലത്തെ വുമൻസിന് വേണ്ടി അത്തരം സപ്പോർട്ടുകൾ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയ സ്കീമാണ് ഭൂമിക സ്കീം. ഇനി 67ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡയക്ലീനുമായി ബന്ധപ്പെട്ട പ്രസ്താവന പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വിഷാംശമുള്ളതും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതുമായ രാസവസ്തുവാണ് ഡയോക്ലീൻ എന്നുള്ള കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. കൊഴുപ്പ് കലകൾ സംഭരിക്കുന്നതുള്ള കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. വ്യാവസായിക പ്രക്രിയയുടെ ഉൽപ്പന്നങ്ങളാണിവ എന്നത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി മനുഷ്യ ശരീരത്തിൽ ഹോർമോൺ വ്യവസ്ഥയ്ക്ക് തകരാറുണ്ടാക്കുന്നതിനും ക്യാൻസറിനും കാരണമാകുന്നു എന്നുള്ളത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളുമാണ് കറക്റ്റായിട്ട് വരുന്നത്. ഇത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂണിനം ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ഭീമയാണ് കറക്റ്റ് ആൻസർ. ഇനി സ്വാതി എന്നുള്ളത് എന്താണ്? സ്വാതി എന്നുള്ളത് ഹൈ ഈൽഡ് വെറൈറ്റി ഓഫ് നെല്ലാണ്, റൈസാണ്. ഇനി വിജയ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയ് എന്ന് പറയുന്ന കുരുമുളകിൻ്റെ ഒരു ഹൈ ഈൽഡ് വെറൈറ്റിയാണ്. അതുപോലെ തന്നെ PV3 എന്നുള്ളത് ഏലത്തിൻ്റെ ഒരു ഹൈ ഈൽഡ് വെറൈറ്റിയാണ്. 69ാമത്തെ ക്വസ്റ്റ്യൻ. അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ സി ഓസ്റ്റിയോബ്ലാസ്റ്റുകളാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ എന്താണ്? സ്പെഷ്യലൈസ്ഡ് സെൽസാണ്. എന്തിനു സഹായിക്കുന്നത്? റെസ്പോൺസിബിൾ ഫോർ ബോൺ ഫോർമേഷൻ. ഇവിടെ ഓപ്ഷൻ എ ന്യൂട്രോഫിൽസ് എന്താണ് കേട്ടിട്ടുണ്ടാവുമല്ലോ. 5 തരം ഉള്ള വൈറ്റ് ബ്ലഡ് സെൽസിൽ ഒരെണ്ണമാണ് ന്യൂട്രോഫിൽസ്. ഈ ന്യൂട്രോഫിൽസ് എന്താ ചെയ്യുക? ന്യൂട്രോഫിൽസ് സാധാരണ പുറത്തുനിന്ന് വരുന്ന ഹാംഫുള്ളായിട്ടുള്ള പാർട്ടിക്കിൾസിനെയൊക്കെ വിഴുങ്ങി നശിപ്പിക്കുകയോ ചെയ്യുന്നു. ഇനി 70ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? B12 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ സി മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ് കറക്റ്റ് ആൻസർ. മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്താണ് രോഗം ശരിക്കും? അബ്നോർമലായിട്ടുള്ള വലുതും ഇമ്മച്വറായിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാകുന്നതാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നതിന് കാരണമാകുന്നത്. അതെന്താണ്? ഹൈലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ബ്ലഡ് സെൽസാണ്. ഇനി സ്കർവി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ. ഇത് വിറ്റമിൻ സി കൊണ്ട് ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന. ഇത് ബെറി എന്താണ്? ഇത് വിറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നു. ഇവിടെ
ഓസ്റ്റിയോപൈറോസിസ് എന്ന് പറയുന്നത് വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ ന്യൂട്രലാണ്. അപ്പം അതിൻ്റെ ഓവറോൾ ചാർജ് എന്ന് പറഞ്ഞാൽ 0 ആണ് വേണ്ടത്. ക്വാർക്കിൻ്റെ വാല്യൂം ഡൗൺ ക്വാർക്കിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ന്യൂട്രോണിൽ ഈ പറയുന്ന അതായത് ഒരു അപ്പ് ക്വാർക്ക് ചേരുമ്പോൾ എത്രയാണ്? ഒരു അപ്പ് ക്വാർക്ക് ചേരുമ്പോൾ +2/3 വരുന്നത്. ഇനി 2 ഡൗൺ ക്വാർക്ക് ചേരുമ്പോൾ എത്രയാണ് വരുന്നത്? ഒരു ഡൗൺ ക്വാർക്കിൻ്റെ വാല്യൂ എത്രയാണ്? 1/3 ആണ്. 2 × -1/3 ചെയ്യണം. അപ്പം +2/3 ± 2/3 ആവും. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ന്യൂട്രോണിൻ്റെ വാല്യൂ ഇവിടെ 0 എന്ന് കിട്ടും. വേറൊരു ഓപ്ഷനിലും 0 എന്ന് കിട്ടത്തില്ല. ആൻസർ വരുന്നത് ഏതാണ്? ഇതാണ് കറക്റ്റായിട്ട് വരുന്നത്. ഇനി അതേസമയം 2 അപ്പ് ക്വാർക്കും ഒരു ഡൗൺ ക്വാർക്കും കൂടി ചേരുന്നതാണ് എന്താ പ്രോട്ടോണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അതായത് +2/3 പ്ലസ് ഒരു ഡൗൺ ക്വാർക്ക് എത്രയാണ്? ±1/3. ഇത് ചെയ്യുമ്പോഴാണ് ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് കിട്ടുന്നത്. അപ്പം 2/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.666 ആണ്. -1/3യുടെ വാല്യൂ എന്താ? 0.333 ആണ്. അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ എത്രയാണ്? 0.333 ആണ് ഒരു പ്രോട്ടോണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ചാർജ് വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഹൈഡ്രജൻ ഫ്യൂൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിക്കുന്നതിനൊപ്പം ഉണ്ടാകുന്ന ഉൽപ്പന്നം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതെന്താണ്? ജലമാണ് ആൻസർ വരുന്നത്. 83ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 6 കിലോ മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു. വസ്തുവിൻ്റെ മാസിലുണ്ടാകുന്ന വ്യത്യാസം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതിൽ ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. പകരം വ്യത്യാസം ഉണ്ടാകുന്നത് എന്താണ്? വെയിറ്റിലാണ് വ്യത്യാസം ഉണ്ടാകുന്നത്. ആൻസർ വരുന്നത് എന്താണ്? 6 കിലോ എന്ന് തന്നെയാണ് വരുന്നത്. എല്ലായിടത്തും 6 കിലോ എന്നാണ് വരുന്നത്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് = മാസ് × ജി ആണ്. ജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. വെയിറ്റ് ചേഞ്ച് ആവുന്നത് എന്തുകൊണ്ടാണ്? ഈ ഗ്രാവിറ്റി അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചേഞ്ച് ആവുന്നുണ്ട്. ഇവിടെ മാസ് എന്ന് പറയുന്ന സാധനം കോൺസ്റ്റൻ്റ് ആയിരിക്കും എപ്പോഴും. 84ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? താഴെ തന്നിരിക്കുന്നതിൽ ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി J/s ആണ്. ഇവിടെ J/s എന്ന് പറയുന്നതാണ്. ഇത് പവറിൻ്റെ യൂണിറ്റാണ്. ഇനി ബാക്കി തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷനും എന്താണ്? ഇത് എനർജിയുടെ യൂണിറ്റാണ്, ഇത് എനർജിയുടെ യൂണിറ്റാണ്, ഇത് kg/m²/s² എന്ന് പറയുന്നത് എന്താണ്? ഇത് ജൂള് തന്നെയാണ് സാധനം. ഈ എനർജി പെർ യൂണിറ്റ് ടൈമാണ് എന്ത് പവർ വരുന്നത്? J/s എന്ന് പറയുന്നില്ലേ. 85ാമത്തെ ചോദ്യം എന്താ ചോദിച്ചേക്കുന്നത്? നമ്മളോട് ചോദിച്ചേക്കുന്നത് അബ്സല്യൂട്ട് സീറോ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് സെൽഷ്യസ് സ്കെയിലിൽ ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് ഏറ്റവും താഴ്ന്ന അച്ചീവബിൾ ആയിട്ടുള്ള സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 0 കെൽവിൻ, 0 കെൽവിൻ, 0 കെൽവിൻ. കെൽവിൻ നമുക്കറിയാം 0 കെൽവിനാണ് ഏറ്റവും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും താഴത്തെ ടെമ്പറേച്ചർ, അതായത് അബ്സല്യൂട്ട് സീറോ. അത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫാരൻഹീറ്റും സെൽഷ്യസ് എന്ത് വരുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം കെൽവിൻ സ്കെയിൽ എന്നാൽ അത് സെൽഷ്യസ് സ്കെയിലാകാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. -273.15 കുറച്ചാൽ മതി. അപ്പം -273.15 സെൽഷ്യസ് ആണ് വരുന്നതെന്ന് മനസ്സിലായി സെൽഷ്യസ് സ്കെയിലിൽ. അപ്പം ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ എയോ ബിയോ ആണെന്ന് മനസ്സിലായി. 0 കെൽവിൻ എന്നുള്ളത് ഫാരൻഹീറ്റിലേക്ക് മാറ്റുമ്പോൾ 459.69 ഫാരൻഹീറ്റ് വരും. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഈ 76ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഈ തന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചേക്കുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? പ്രവേഗം 0 ആയാൽ ത്വരണം 0 ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രവേഗം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി 0 ആയാൽ ആക്സിലറേഷനും 0 ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് നിർബന്ധമില്ല, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു സാധനം എടുത്ത് മുകളിലോട്ട് എറിയുവാണ്. അത് മുകളിൽ പോയി അവർ നിൽക്കുന്ന സ്ഥലമില്ലേ, അവിടെ വെലോസിറ്റി 0 ആയിരിക്കും, പക്ഷേ ആക്സിലറേഷൻ 0 ആയിരിക്കത്തില്ല. കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിലുണ്ടാവും. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ?
സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ത്വരണം 0 ആവുമെന്ന് പറഞ്ഞ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി സഞ്ചരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ 0 ആയിരിക്കും. കാരണം v1 മൈനസ് v2/t ചെയ്യുമ്പോഴാണ് എന്ത് ആക്സിലറേഷൻ കിട്ടുന്നത്. ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് ആക്സിലറേഷൻ. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ദൂരവും സ്ഥാനാന്തരത്തിൻ്റെ അളവും തുല്യമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സംഭവം സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും അതിൻ്റെ ഡിസ്റ്റൻസ് കവേർഡും സെയിം ആണ്. അപ്പോൾ ഓപ്ഷൻ അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1, 2 ആണ് ശരി. 1, 2 ശരി എന്ന് പറയുമ്പോൾ ഏതാ? ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. അല്ല, 1, 2 അല്ല, ഓപ്ഷൻ 2, 3 ആണ് ശരി. അപ്പം ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇത് 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പം ഇത് നേർരേഖ ആയതുകൊണ്ട് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആയിരിക്കും. ഇതിപ്പം ഞാനിപ്പോൾ ഒരു കാറിൽ പോയി പിന്നെ തിരിഞ്ഞിങ്ങോട്ട് വന്നു. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. തുടങ്ങിയ സ്ഥലം അവസാനിച്ച ദൂരം തമ്മിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതായത് സ്ട്രെയിറ്റ് ലൈൻ, അതായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പം സഞ്ചരിച്ച ദൂരം ഇതും ഡിസ്പ്ലേസ്മെൻറ്റ് ഇതും വരും. അപ്പോൾ അത് സെയിം ആവത്തില്ല. നേർരേഖയിൽ പോകുമ്പോൾ അത് രണ്ട് സെയിം ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാത്ത ചില സാഹചര്യങ്ങൾ താഴെ പറയുന്നു. ഇതിലേതൊക്കെ ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മാധ്യമങ്ങളുടെ പ്രാദേശിക സാന്ദ്രത തുല്യമായാൽ അവിടെ അപവർത്തനം സംഭവിക്കത്തില്ല. ഇനി പ്രകാശരശ്മി മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ ലംബമായി പതിച്ചാൽ അപവർത്തനം നടക്കത്തില്ല. അതായത് ഇത് രണ്ട് മീഡിയത്തിൻ്റെ ബൗണ്ടറി എന്ന് വെച്ചോളൂ. ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് ലൈറ്റ് വന്ന് വീണാൽ ഇതിൽ ഒരു റിഫ്രാക്ഷൻ സംഭവിക്കത്തില്ല, നേരെ അങ്ങ് കടന്നു പോവുള്ളൂ. ഇതൊരു ബൗണ്ടറിയാണ്. ഇത് ലൈറ്റ് ഒരു ആംഗിൾ വന്ന് വീണാൽ മാത്രമേ ഒരു ചെരിവുണ്ടാവുള്ളൂ ലൈറ്റിന്. 3ാം സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് രണ്ട് മാധ്യമങ്ങൾക്കും ഒരേ ആവർത്തന അംഗമായാൽ അവിടെ മാറ്റമൊന്നും സംഭവിക്കത്തില്ല. അപ്പം 1, 2, 3 ശരിയാണ്. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയാണ് തന്നേക്കുന്നത്, ഇ എന്ന് പറഞ്ഞ്. അപ്പോൾ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഇതിൻ്റെ പകുതി ആയിരിക്കും, E/2 ആയിരിക്കും. പക്ഷേ നെഗറ്റീവ് ആയിരിക്കും, -E/2 ആയിരിക്കും. ഇത് സ്റ്റാൻഡേർഡ് ഫോമാണ്. അതായത് ഓർബിറ്റൽ മോഷൻ എർത്തിൻ്റെ ഓർബിറ്റിൽ കറങ്ങുന്ന ഒരു സാറ്റലൈറ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി E ആണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി -E/2 ആയിരിക്കും. ആകെ എനർജി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടിയെടുത്താൽ മതി. അതായത് E + -E/2 വരും. അതെന്താണ്? E -E/2 വരും. അതെത്രയാണ്? E/2 എന്നാണ് ടോട്ടൽ എനർജി വരുന്നത്. അപ്പം ആൻസർ ഏതാ? ഗതി കുറച്ച് -E/2 വരും, ആകെ കുറച്ച് E/2 വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീഫുമാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മൂസ്ലിയാണ്. ഈ ആവർത്തന പട്ടികകളുടെ അടിസ്ഥാനം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഓപ്ഷൻ എ ആണ് വരുന്നത്. മെൻഡലീഫ് ക്രമീകരിച്ച് അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലും മൂസ്ലി ക്രമീകരിച്ച് അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? താഴെ പറയുന്നതിൽ ഏത് അയിരിനെയാണ് ശക്തമായി ചൂടാക്കിയ ലോഹം വേർതിരിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, സിനബാറാണ്. സിനബാർ എന്തിൻ്റെ അയിരാണ്? മെർക്കുറിയുടെ അയിരാണ്. അപ്പം കലാമിൻ എന്തിൻ്റെ ഓറാണ്? പൊട്ടാസ്യത്തിൻ്റെ ഓറാണ് കലാമിൻ. ബോക്സൈറ്റ് അറിയാമല്ലോ, അലൂമിനിയമാണ്. അലൂമിനിയം ബോക്സ് എന്ന് ഓർത്തിരുന്നാൽ മതി. അതുപോലെ ഡോളമൈറ്റ് ഒരു സിംഗിൾ എലമെൻറ്റിൻ്റെ ഓറല്ല, കാൽഷ്യത്തിൻ്റെ മഗ്നീഷ്യത്തിൻ്റെ ഓറാണ്. ഇനി സിനബാർ എന്നുള്ളത് മെർക്കുറി സൾഫൈഡായിട്ടാണ് കാണുന്നത്. അപ്പം ആ സൾഫൈഡ് ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ വളരെ ഹൈ രീതിയിൽ ഹീറ്റ് അപ്ലൈ ചെയ്യണം. ഹീറ്റ് അപ്ലൈ ചെയ്ത ശേഷം ഹീറ്റ് ചെയ്യുന്നതിനോടുകൂടി എന്താ സംഭവിക്കുന്നത്? മെർക്കുറി വേപ്പറായിട്ട് മുകളിലോട്ട് പോകും. മെർക്കുറിയുടെ കാര്യം അറിയാമല്ലോ, എന്താണ്? ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. അതുപോലെ മെർക്കുറിക്ക് തിരക്കേടില്ലാത്തൊരു ബോയിലിംഗ് പോയിൻറ്റും ഉണ്ട്. അപ്പം അത്രയും ഹീറ്റിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേന് മെർക്കുറി വേപ്പറാവാൻ തുടങ്ങും. അതിനുശേഷം അത് ഡിസ്റ്റിൽ ചെയ്താണ് മെർക്കുറീനെ സിനബാറിൽ നിന്ന് വേർതിരിക്കുന്നത്. ബാക്കി 20 ക്വസ്റ്റ്യൻ മാത്സ് ആണ്. ഇവിടെ ഒരു സമചതുരത്തിൻ്റെ വശം തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ വികരണത്തിൻ്റെ നീളം എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. വികരണം ഡയഗണല. അപ്പം സ്ക്വയർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട്. അങ്ങനെ ഡയഗണലിൻ്റെ ലെങ്ത് എത്രയായിരിക്കും?
3√2 ആയിരിക്കും. എന്താണ് എ സൈഡുള്ള സ്ക്വയർ ആണെങ്കിൽ A√2 ആണ് അതിൻ്റെ ഡയഗണൽ ലെങ്ത്. 82ാമത്തെ ചോദ്യം കണ്ടുപിടിക്കാൻ എന്താണ് ഈ ഓപ്ഷൻ കിടക്കുന്ന ഒരു സംഭവം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഈക്വലായിട്ട് വരുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മോഡുലസ് ഓഫ് 2 - 1 എന്ന് പറയുന്നത് എത്രയാണ്? മോഡുലസ് ഓഫ് 2 - 1 1 അവൻ്റെ. അതുപോലെ ഇവിടെ എന്താണ് മോഡുലസ് ഓഫ് 2 - 3 എന്ന് പറയുന്നത് എന്താണ്? അതും മോഡുലസ് ഉള്ളതുകൊണ്ട് 2 - 3 -1 ആണ് വരുന്നത്. പക്ഷേ മോഡുലസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് എന്താണ് അത് 1 ആവും. അപ്പോൾ 1 = 1. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 83 2 3 5 അടുത്ത 7 വരുന്നത്. ഇവിടെ നമുക്ക് ഏരിയ ആണ് തന്നേക്കുന്നത് എന്താ 384, അതായത് L/B ആണ് 384. ജസ്റ്റ് ഈ 384 ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാൽ എന്താ അറിയാൻ പറ്റുന്നത്? 16 × 24 ചെയ്താൽ 384 വരും. 16 + 24 ചെയ്താൽ 40 വരും. അപ്പോൾ എനിക്ക് മനസ്സിലായി 16ഉം 24ഉമാണ് സൈഡെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ തുക എത്രയാണ്? 40 വരും. അപ്പോൾ ചതുർഭുജം എന്ന് പറയുന്നത് എത്രയാണ്? 4 സൈഡുള്ള സാധനമാണ് ചതുർഭുജം. അതെന്ന് പറയുന്ന 1 പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പം 4ൽ നിന്ന് 3 കുറച്ചാലാണ് 1 കിട്ടുന്നത്. ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 സൈഡുള്ള സാധനമാണ്. അപ്പോൾ 6ൽ നിന്ന് 3 പോയാൽ എന്താണ് ബാക്കി 3 അവിടെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ 1/8 + 1/16 എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ LCM എടുക്കാൻ നേരത്ത് എന്താ ചെയ്യേണ്ടത്? ഈ 8നെ 16 ആക്കണം. × 2 കൊടുത്താൽ മതി. അപ്പോൾ × 2 ഇവിടെ കൊടുക്കണം. അപ്പം മുകളിൽ എന്താ 3/16 വരും. 0.875 ആണ് ഉത്തരം വരുന്നത്. അപ്പം ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ഒരു പോളിനോമിയലിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് x - 2 ആണ്. അപ്പം x എന്ന് പറയുന്നത് = 2 ആണ്. അങ്ങനെയാണ് ആ പോളിനോമിയലിൻ്റെ ഫംഗ്ഷനിൽ 2 ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? 0 കിട്ടും. അതായത് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതായത് x² - 2x എന്നുള്ള 0 ആണ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു റൂട്ട് x - 2 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ x = 2 ആണ്. ആ x = 2 ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 4 - 4 വരും, 0 വരും. അപ്പോൾ 5 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 145 തന്നിരിക്കുന്നത്. അങ്ങനെയാണ് മൂന്നാമത്തെ പദം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 പദം എന്താ സമാന്തര ശ്രേണിയാണെന്ന് നമുക്ക് എടുക്കാം. 1 2 3 4 5. നടുക്കത്തെ ടേമാണ് മൂന്നാമത്തെ പദം. അപ്പോൾ ആവറേജാണ് ചോദിച്ചേക്കുന്നത്. 145/3 ചെയ്താൽ മതി. 145/3 അല്ല, 145/5 ചെയ്താൽ മതി. ടോട്ടൽ സം ബൈ നമ്പർ ഓഫ് ഐറ്റംസ് ആണല്ലോ. അപ്പോൾ 5 2s are 10 വരും. റിമൈൻഡർ 4 വരും. 29 എന്ത് മൂന്നാമത്തെ ടേം. താഴെ കൊടുത്തിരിക്കുന്നതിൽ പൂർണ്ണവർഗ്ഗ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 1 നോക്കാതെ ആൻസർ എഴുതാൻ പറ്റും. എന്നാണ് ഓപ്ഷൻ സി ആണ് 5/6. ഇവിടെ എക്സ്പോണൻ്റ് എന്താ? ഈ ഓഡ് നമ്പറാണ്. ഇവിടെ എക്സ്പോണൻ്റ് എന്താ? ഓഡ് നമ്പറാണ്. ഇവിടെ എക്സ്പോണൻ്റ് എന്താ? ഓഡ് നമ്പറാണ്. എക്സ്പോണൻ്റ് അല്ല, പവർ എന്താ? ഓഡ് നമ്പറാണ്. ഇതിനകത്ത് ബാക്കി എല്ലാത്തിലും പവർ ഓഡ് നമ്പറാണ്. പവർ ഈവൻ നമ്പർ വന്നാൽ മാത്രമേ എന്ത് പെർഫെക്റ്റ് സ്ക്വയർ വരത്തുള്ളൂ. ഈ നമ്പർ വേണം എക്സാമ്പിൾ എടുത്ത് നോക്കിയോ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുക്കുക. 3/3 എടുക്കുക. അത് 27. അത് പെർഫെക്റ്റ് റൂട്ട് അല്ല. പക്ഷേ 3/4 എന്താണ്? 81 ആണ്. അത് പെർഫെക്റ്റ് റൂട്ടാണ്. 9ൻ്റെ പെർഫെക്റ്റ് റൂട്ടാണ്. അപ്പം ഇത് ഇങ്ങനെ കണക്ട് ചെയ്യാൻ മതി. ആദ്യം എന്താണ്? സർക്കിളിനകത്ത് ത്രികോണം വന്നു. പിന്നീട് ഒന്ന് ഇടവിട്ട് വരുമ്പോൾ ത്രികോണത്തിനകത്ത് സർക്കിൾ വരും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആദ്യം സർക്കിളിനകത്ത് ചതുരം വന്നു. ഇനി ചതുരത്തിനകത്ത് സർക്കിൾ വരും. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ആംഗിളിൽ 2 കോണുകൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് 2 കോണുകൾ? ഒരു കോണ് 45 വരും. അല്ല, ഒരു കോണ് 90 വരും. എന്നാലേ അത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആവുള്ളൂ. അപ്പോൾ ബാക്കി 2 കൂടെ കൂട്ടിയാൽ 90 വരണം. അപ്പോൾ 90/2 ചെയ്താൽ മതി. 45 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 3/8 ഏതൊരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പം 8/3 കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ സംഖ്യ എത്രയാണ്? എക്സ് അവിടെ നിർത്തിക്കോളുക. എന്നിട്ട് 8/3/3/8 വരും. അപ്പോൾ ഇത് തിരിച്ച് ഇങ്ങനെ വരുമ്പോൾ കറങ്ങി റെസിപ്രോക്കൽ തിരിച്ച് കയറിപ്പോവും. ചെറിയൊരു അബദ്ധം പറ്റി. അതായത് ഇതിനുണ്ടോ ഇങ്ങനെ എടുത്തു. അതായത് x/അല്ലല്ലോ. അതായത്
3/8 ഡിവൈഡഡ് ബൈ എക്സ് എന്നെടുത്തോ. അപ്പോൾ ഇതിനർത്ഥം എന്താ, x/1 എന്നാണ്. അപ്പോൾ ഇത് റെസിപ്രോക്കലായിട്ട് തിരിച്ച് കയറി വരുമ്പോൾ 1/x ആവും. അപ്പം ഈ 3 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡ് ആവും. അതുപോലെ ഈ 8 ഇവിടെ അതുപോലെ ഈ 8 ഇവിടെ ഡിവിഷൻ അങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ ഇൻറ്റു 8 വരും, ഇൻറ്റു 3 വരും ഇവിടെ. അപ്പോൾ ഇത് 1/xൻ്റെ വാല്യൂ ആണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി എക്സിൻ്റെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്യണം, ഇതെടുത്ത് തിരിച്ചിട്ടാൽ മതി. അതായത് 3 × 3/8 × 8 വരും. അതപ്പോൾ എത്രയാണ്, 9/64 ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി. ഇനി ഇവിടെ 93ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഈ 3/3, 5/5, 7/7 ഇവ എല്ലാത്തിനും 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര കിട്ടുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 3/3 എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഒറ്റ സംഖ്യയാണ്. അതോടെ 3/3 അത്ര 27 വരും. അത് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നോക്കി 13 × 2 ചെയ്യുമ്പോൾ 26 വരും. ശിഷ്ടം 1 വരും. അതുപോലെ 5/5 ചെയ്യുമ്പോൾ എന്താ വരുന്നത്, 3125 വരും. അതും ഒറ്റ സംഖ്യയാണ്. അത് ഏതൊറ്റ സംഖ്യയാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ സംഭവിക്കുള്ളൂ, ശിഷ്ടം 1 വരത്തുള്ളൂ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ പുള്ളിയുടെ 9 ഇന്നിങ്സിലെ ശരാശരി എന്ന് പറയുന്നത് എത്രയാണ്, 9 ഇന്നിങ്സിൽ 36 റൺസാണ് ശരാശരി. 2 ഇന്നിങ്സിൽ അയാൾ എന്താണ് 10ലും 11ലും അയാൾ എത്ര റൺസ് വെച്ച് എടുത്താലാണ് ഈ ശരാശരി 40 ആവുള്ളൂ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 9 മാച്ചസിൻ്റെ ആവറേജ് 40 എന്ന് പറഞ്ഞാൽ എന്താണ്, 9 കളിയിലും 9 മാച്ചസിൻ്റെ ആവറേജ് 36 എന്ന് പറഞ്ഞാൽ എന്താ, അയാൾ 9 കളിയിൽ 36 വെച്ച് റൺസ് എടുത്ത് ഇനി 10ലും 11ലും അയാൾക്ക് എന്താണ് ആവറേജ് 40 ആക്കണം. അപ്പോൾ 10ലും 11ലും അയാൾ എന്തായാലും 40 റൺസ് വെച്ച് എടുക്കണം. അപ്പം ആദ്യം 40 + 40 എടുക്കണം. അതുപോലെ ബാക്കി 9 കളിയിലും എന്താണ് അയാൾക്ക് 36 ഉണ്ടായിരുന്നുള്ളൂ, അത് 40 വെച്ചെടുക്കണം. അപ്പോൾ 9 ആ കളിയെല്ലാം കഴിഞ്ഞു പോയി. പക്ഷേ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ അയാൾ എന്താണ് ഇനി വരുന്ന കളിയിൽ അതും കൂടെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കളിക്കണം. അതായത് 9 ബാക്കി 9 മാച്ച് കഴിഞ്ഞു പോയ 9 മാച്ചിൽ 4 റൺസ് വെച്ചെടുക്കണം. ഇതാണ് ഉത്തരം വരുന്നത്. അപ്പം 80, അതായത് 80 + 9 4 എത്രയാണ്, 36. ഇത്രയും റൺസ് അയാൾ ഇനി വരുന്ന 2 മാച്ചിലെടുക്കണം. അത് ചെയ്യുമ്പോൾ എത്രയാണ്, 116 വരും. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 95ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, 4/5 ആണ് 10/24 എന്നെനിക്കറിയാം. 10/24. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ്, 5 എന്ന് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് x-1, അതായത് 4/4 എത്രയെന്ന് ചോദിച്ചത്. അതിൻ്റെ ആൻസർ എത്ര, 256 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി. അപ്പോൾ 96ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, പഞ്ചഭുജം എന്ന് പറയുന്നത് അതായത് 108. അങ്ങനെയാണ് നവഭുജത്തിൻ്റെ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് അസ്യൂം ചെയ്യുക, എന്താണ് ഇത് ഇന്ത്യൻ ട്രയാങ്കിൾ തന്നേക്കുന്ന അസ്യൂം ചെയ്യുന്നത്. പഞ്ചഭുജം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 2, ഇതാണ് പഞ്ചഭുജം. ഇത് 108 എന്നാണ് തന്നേക്കുന്നത്. എത്ര സൈഡുള്ള എത്ര കോണുള്ളതാണെങ്കിലും അതിൻ്റെ ഈ എക്സ്റ്റേണൽ ആംഗിളിൻ്റെ സം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 360 വരുന്നത്. പഞ്ചഭുജത്തിൻ്റെ ആണെങ്കിലും നവഭുജത്തിൻ്റെ ആണെങ്കിലും, അതായത് നവഭുജത്തിൻ്റെ ഇംഗ്ലീഷ് നാനോഗോൺ എന്നാണ്. പഞ്ചഭുജമായാലും നവഭുജമായാലും അതിൻ്റെ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് 360. അപ്പം 360/9 ചെയ്താൽ ഒരു സൈഡിൻ്റെ എക്സ്റ്റേണൽ ആംഗിൾ കിട്ടും. എത്ര, 9 4 36, 40 ഒരു ഇതിൻ്റെ എക്സ്റ്റേണൽ ആംഗിൾ. അതായത് ഈ ഒരു ആംഗിൾ വരുന്നത്, ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 40 വരും. അപ്പോൾ അകത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, 180 നിന്ന് 40 കുറച്ചാൽ മതി. അപ്പോൾ എത്രയാണ്, ഓപ്ഷൻ ഡി 140 വരും. 97ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, 2 8 32. ഇത് കാണുമ്പോൾ മനസ്സിലാവും എന്താണ്, 2 × 4 8 കിട്ടി. 8 × 4 32, 32 × 4 ഇപ്പോൾ എത്രയാണ്, 32ൻ്റെ ഇരട്ടി 64, 64ൻ്റെ ഇരട്ടി എത്രയാണ്, 128. അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം.
അപ്പോൾ 1/3.2 ചെയ്തപ്പം ഇത് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ പോയിൻ്റ് ഇങ്ങോട്ട് 2 എണ്ണം മാറ്റി കുത്തി, അതായത് 0.03 ആയെങ്കിൽ കിട്ടുന്ന ആൻസറിൽ പോയിൻ്റ് ഇങ്ങോട്ട് 2 മാറ്റി കുത്തിക്കോളുക. അപ്പോൾ എത്ര 31.25 ആണ് കറക്റ്റ് ആൻസർ. ഇത് കാണുമ്പോൾ തന്നെ എന്താ അറിയാം, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതെന്താ ചെയ്യാം. 25 ആൻഡ് 1/2 സ്ക്വയർ എത്രയെന്ന് ചോദിച്ചു. അതായത് എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി 25 പ്ലസ് ഹാഫ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇനി a+b ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ മതി. അതായത് 25 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 25 ഇൻറ്റു 1/2 പ്ലസ് ഹാഫ് സ്ക്വയർ. അപ്പോൾ 25 സ്ക്വയർ 625 വരും. പ്ലസ് 2 കട്ട് ചെയ്ത് പോയി 25 തന്നെ വന്നു. പ്ലസ് 1/4 എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര 650 1/4 വരും. ഇതാണ് ഉത്തരം, ഓപ്ഷൻ ബി. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 25-ാം തീയതി നടന്ന് ഫുള്ള് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും സ്റ്റേജ് 2 പരീക്ഷ നടക്കാൻ പോകുന്നു. സ്റ്റേജ് 2 എഴുതാൻ പോകുന്ന എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. ഇതൊക്കെ കണ്ട് നല്ലപോലെ പഠിച്ച് പോയിട്ട് രണ്ടാമത്തെ പരീക്ഷ സ്റ്റേജ് 2 എഴുതുക.